അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. 40 വർഷം അടിയൻ അങ്ങയുടെ തിരുസന്നിധിയിൽ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ വർഷാവർഷം ഞങ്ങൾ നടത്തിയ ലക്ഷോപലക്ഷം മനുഷ്യർ പങ്കിട്ട് പ്രാർത്ഥിച്ച ജപമാല ശക്തിയുടെ അടിസ്ഥാനത്തിൽ അങ്ങയുടെ മക്കളുടെ കണ്ണുനീര് ഏറ്റെടുക്കണമേ. ഇന്നത്തെ ദിവസത്തിന് മുഴുവൻ വേദനകളെ, മുഴുവൻ ഭാരങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ അങ്ങ് സുഖപ്പെടുത്തണ കർത്താവേ. സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ച കർത്താവേ, അങ്ങയ്ക്ക് മനസ്സുണ്ട് എന്നെ സുഖമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ കുഷ്ഠരോഗിയുടെ കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമുള്ളവനാവുകയെന്ന് നീ കുഷ്ഠരോഗിയോട് പറഞ്ഞു. വെള്ളമിളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് എനിക്ക് ആരുമില്ലെന്ന്
ബെത്സയിദയിലെ രോഗി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിനക്കുണ്ടെന്ന് നീ മറുപടി പറഞ്ഞു. ഞങ്ങളുടെ രോഗങ്ങളാണ് അവൻ ഏറ്റെടുത്തത്. പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തു എന്നുള്ള ചെയ്ത കർത്താവേ, നിന്റെ പേരാണ് ഞങ്ങളുടെ രക്ഷകൻ എന്നുള്ളത്. നിന്റെ രക്ഷയുടെ വലതുകരം ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബങ്ങളെ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ രക്ഷയുടെ ആണിപ്പെടുതാർന്ന അത്ഭുതകരം രോഗങ്ങളെ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ സ്ഥലങ്ങളും, അങ്ങയുടെ മക്കള് ഇന്ന് ഒപ്പിടുന്ന ഓരോ രേഖകളും, അങ്ങയുടെ മക്കള് ഇന്ന് കൈമാറുന്ന രേഖകള് എല്ലാം നീ ആശീർവദിക്കണേ കർത്താവേ. ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മക്കൾ വേദനിക്കുന്ന വേദനകള്, വ്യക്തികളുടെ ഭീഷണികള്, ഓരോരോ കാര്യങ്ങള്, ടൈം ബൗണ്ടായിട്ട് നടക്കേണ്ട കാര്യങ്ങള്, രോഗബാധിതരെ, ടെസ്റ്റിന് ഓരോ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നവരെ, ബയോപ്സി കൊടുത്തിരിക്കുന്നവരെ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ചേച്ചിമാരെ, ആശുപത്രിയിൽ പോകുന്നവരെ, മക്കൾ ആശുപത്രിയിൽ പോകുന്നവരെ, അവർക്കെല്ലാം ശുഭോദർക്കമായ മറുപടികളും റിസൾട്ടും കിട്ടാൻ, രോഗങ്ങളൊന്നുമില്ല, കുഞ്ഞും അമ്മയും സുഖമാണെന്ന് കേൾക്കാൻ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ ദിവസം അങ്ങയുടെ നാമത്തിൽ കൊതിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ പ്രസാദിക്കട്ടെ, ദൈവത്തിൻ്റെ കരുണ പ്രസരിക്കട്ടെ. ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഇന്ന് കയറുന്ന ഓഫീസുകൾ, ഇന്ന് കയറുന്ന എഴുതുന്ന പരീക്ഷകൾ, ഇന്ന് വരുന്ന റിസൾട്ടുകൾ, ഇന്ന് വരുന്ന ഇമെയിലുകൾ, ഇന്ന് വരുന്ന മറുപടികളെല്ലാം കർത്താവ് നിനക്ക് തരുന്ന അനുഗ്രഹമായി മാറട്ടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നീ സഞ്ചരിക്കുന്ന വഴികൾ, നീ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, നീ സംസാരിക്കുന്ന വ്യക്തികൾ, നിനക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ, നീ പ്രതീക്ഷിക്കുന്ന എല്ലാ നന്മകളും നിന്റെ ദൈവം നിനക്ക് പ്രദാനം ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വസ്വരും നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അത്ഭുതം നടന്നേ. മിറക്കിൾ എന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു വഴിനടത്തിൽ. അതായത് ഒരു മോള്, ഇതിപ്പോൾ എല്ലാ ദിവസവും ആൾക്കാരെ കാണുന്നുണ്ടല്ലോ, വ്യാഴാഴ്ചയും കാണത്തില്ല, ഞായറാഴ്ചയും കാണത്തില്ല, ബാക്കി എല്ലാ ദിവസവും കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നേരത്തെ അച്ഛൻ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. എനിക്ക് ചില സമയത്തേക്ക് എമർജൻസി ആയിട്ടൊക്കെ ചില സമയത്ത് ഞാൻ ആബ്സെൻ്റായി പോകും. എന്തെങ്കിലും ഭയങ്കര കൊടിയ ഉത്തരവാദിത്തം വരുമ്പോഴും അങ്ങനെ വരണത് കേട്ടോ, അല്ല ആവശ്യം ബോധപൂർവം സ്കൾക്ക് ചെയ്യത്തില്ല. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, ഞാനൊരു ചിലരൊക്കെ നമുക്കിതിൽ വീഡിയോ ഇടുന്നുണ്ടേ. ഞാൻ ആൾക്കാരുടെ സങ്കടങ്ങൾ മാതാവിൻ്റെ അടുത്ത് കൊണ്ടു വെച്ച് വിശ്വപ്രമാണം ചൊല്ലി, പിന്നെ അത് എൻ്റെ പ്രത്യേക പ്രാർത്ഥന ചൊല്ലിയൊക്കെ പ്രാർത്ഥിക്കാതില്ലേ. അപ്പം ചില നിരീശ്വരന്മാരോ അല്ലെങ്കിൽ യുക്തിവാദികളോ അല്ലെങ്കിൽ വേറെ ഈ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ഇത് കാണുമ്പോൾ വേറെ അവർക്ക് അവർ പറയുന്നത് തട്ടിപ്പാണ് പറ്റിപ്പാണെന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ഇടും. ഞാനതൊന്നും ശ്രദ്ധിക്കത്തില്ല. കാരണം വെച്ചാൽ ഞാൻ എൻ്റെ ബോധ്യങ്ങളിൽ എല്ലാം എൻ്റെ ആയിരക്കണക്കിന് നാടുകളിലെ അനുഭവങ്ങൾ കൊണ്ടല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം. അപ്പം ഞാനൊന്നും ശ്രദ്ധിക്കത്തില്ല. കാര്യം എനിക്ക് ജനങ്ങളുടെ കണ്ണുനീര് ഈ ഉടമ്പടിയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പും ഞാൻ ജനങ്ങളുടെ കൂടെ തന്നെയായിരുന്നു. അവിടെ കണ്ണുനീരും അവിടെ വിഷയങ്ങൾ കേൾക്കുകയും അപ്പം എൻ്റെ മനസ്സ് എപ്പോഴും അതിന് സമാധാനം ഉണ്ടാകണം, മനുഷ്യർക്ക് ആശ്വാസം ഉണ്ടാകണം. അത് ദൈവത്തിൽ തന്നെ വേണമെന്നാണ് എൻ്റെ നിർബന്ധം. അല്ലാതെ വേറെ ഒരു ആശ്വാസം അവർ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിലും തന്നെ വേണം. ദൈവത്തിൽ ഇതിനെല്ലാം ആശ്വാസം ഉണ്ട് എന്നുള്ള ബോധ്യം എനിക്ക് പണ്ട് മൂലം കിട്ടിയിട്ടുള്ളതാണത്. അതുകൊണ്ട് അപ്പോൾ ഞാൻ ഈ വിഷയത്തിൽ കർത്താവിന് ഇടപെടാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും എനിക്ക് യാതൊരുവിധ ആരും എന്നെ തടുക്കത്തില്ല. അത്രയും ആന്തരിക ബോധ്യത്തിലാണ് വിഷയം ചെയ്യുന്നത്. ഈ ദിവസങ്ങളിൽ സംഭവം ഉണ്ടായിട്ടാ, ഒരു മോള് അവളുടെ പിരിഞ്ഞുപോയ ഭർത്താവ് അയാൾ വേറെ കല്യാണം കഴിച്ചു. ഇപ്പം ഭയങ്കര സങ്കടവും വേദനയുമാണ്. അത് കേസായി. ആ കേസ് അവൾക്ക് ജയിക്കണം. അതിന് അവൾ എൻ്റെ അടുത്ത് ഈ ഭർത്താവിൻ്റെ ഫോട്ടോയാണ് തരണത്. അപ്പം അത് ആ കുഞ്ഞിൻ്റെ സങ്കടം കണ്ട നമ്മുടെ ചങ്കലച്ച് പോകും. ഞാനിത് മാതാവിൻ്റെ അടുത്ത് കൊണ്ട് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ എനിക്കൊന്ന് നോട്ട്, ഈ കുഞ്ഞ് തോക്കുമെന്നാണ്, കേസ് തോക്കുമെന്നാണ്. അപ്പം അതിനൊക്കെ കൂടുതൽ പ്രശ്നമായി.
ഞാൻ മകളോട് പറഞ്ഞു, മകളെ കേസ് നീ തോക്കുമെന്നാണല്ല മനസ്സിലാക്കണത്. കാര്യം എന്നിട്ട് ഞാൻ അമ്മ എൻ്റെ മനസ്സിൽ തോന്നിച്ച കാര്യം ഞാൻ അവളോട് ചോദിച്ചു. പറഞ്ഞേ, നീ വേറെ ചെറുക്കനായിട്ട് നിൽക്കുന്ന ഫോട്ടോ കോടതി പ്രസൻറ്റ് ചെയ്യുമെന്നാണ് കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പം അതാണ് എനിക്ക് കിട്ടിയ നോട്ട്, അമ്മയുടെ അടുത്ത് ഇരുന്നപ്പോൾ കിട്ടിയ നോട്ട് ഇതാണ്, പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാനങ്ങനെ അവളോട് ചോദിക്കണത് ഭയങ്കര സങ്കോചത്തിലാണെങ്കിലും എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ കുഞ്ഞ് എന്നോട് പറഞ്ഞത് വെച്ചാൽ, അച്ഛാ ഇയാൾ പോയല്ല, അവർ വേറെ കല്യാണം കഴിച്ച് താമസിക്കുകയാണ്. അപ്പം ഞാനും അതുകൊണ്ട് എനിക്കും കല്യാണം കഴിക്കണമല്ല. വീട്ടുകാരപ്പോൾ ഒരു ആലോചന കൊണ്ടുവന്ന് ഞാൻ അങ്ങനെ ആ കല്യാണം സമ്മതിച്ചതാണ്. അപ്പം ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുത്തതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഫോട്ടോ നിന്നെ ചതിക്കും എന്നുവെച്ചാൽ അപ്പോഴുടനെ അവൾ പറഞ്ഞ്, അത് അച്ഛൻ പറഞ്ഞു ശരിയാ, കാര്യം പിരിഞ്ഞുപോയ ഭർത്താവ് തന്നെയാണ് ഈ പുതിയ കല്യാണക്കാര്യം ആലോചിച്ച് ഒരു ചെറുക്കനെ കൊണ്ടുവന്നത് എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായെന്ന്. ആ കല്യാണം നടന്നില്ല, പക്ഷെ ആ ഫോട്ടോ ഇവിടെ കല്യാണം കഴിച്ചു എന്നും പറഞ്ഞ് കോടതിയിലോട്ട് കൊടുക്കാനുള്ള ഉദ്ദേശമാണ്. അതിൻ്റെ അടുത്ത കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ രേഖകളൊന്നും ഇല്ലല്ലോ, രജിസ്ട്രേഷൻ ഒന്നും നടന്നിട്ടില്ല, രേഖകളൊന്നുമില്ല. പക്ഷെ എങ്കിലും ഒരു സംശയം ഉന്നയിക്കാൻ, ഇവളുടെ മേൽ ഒരു ആരോപണം ഉന്നയിക്കാൻ അത് ആ ഫോട്ടോ മതിയാവും. പക്ഷെ ഞാൻ ഞാൻ പറഞ്ഞു, നീ ഉള്ള കാര്യം ജഡ്ജിനോട് പറയണം, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റും തീർച്ചയായിട്ടും. ഞാൻ കോടതിയിൽ 2-3 കേസിനൊക്കെ പോകുമ്പോൾ ഒരു വക്കീലിലെ ആൾക്കാർ ജഡ്ജിനോട് സംസാരിക്കണം. ഇന്നേ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്കൊരു കേസുണ്ടായി. കടൽ കയറിയപ്പോൾ ഗവൺമെൻറ് ശ്രദ്ധിക്കാതെ വന്നപ്പോൾ ഞാൻ ജനങ്ങളോട് സമരത്തിന് പോയ കേസാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണം എപ്പോഴും. അപ്പോൾ അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് വക്കീലുണ്ട്, പക്ഷെ ഒരു അപ്പച്ചൻ വന്നിട്ട് പ്രായമുള്ള ആളാണ്, എനിക്ക് വക്കീലൊന്നുമില്ല സാറേ, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് നേരിട്ട് സംസാരിക്കും, ജഡ്ജുമായിട്ട് മജിസ്ട്രേറ്റുമായിട്ട് നേരിട്ട് സംസാരിക്കും. അപ്പോൾ അതൊക്കെ നടക്കും അപ്പോൾ കോടതിയിൽ. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു നീയുള്ള കാര്യം പറയണം, അപ്പോൾ അവർക്കത് മനസ്സിലായിക്കൊള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ എന്നാൽ ഞാൻ ചിന്തിച്ചതേ, നമ്മൾ ദൈവം സ്നേഹമാണെന്നൊക്കെ പറയുമ്പോഴേ, ദൈവം എന്തുമാത്രമാണ് മനുഷ്യനെ കരുതണമെന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. കാര്യം ആ കേസ് തോക്കരുത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, കാര്യം അവൾ ചതിക്കപ്പെട്ടതാണ്. അപ്പോൾ തോക്കാനുള്ള മാർഗങ്ങൾ അവൾ തന്നെ അറിയാതെ ഉണ്ടാക്കി വെച്ചിട്ട്, കാരണം അമ്മ ആ വിഷയം പറയണതാണ്, ഇങ്ങനെ പോയി അത് തോക്കാൻ സാധ്യതയുണ്ടെന്ന് പറയണ. അപ്പം നമ്മൾ ഓർക്കും ദൈവം ഇങ്ങനെ വലിയ ഈ നിലം തൊടാത്ത വലിയ കാര്യമാണ് പറയണത്. അല്ല, നമ്മൾ ഭൂമി ചവിട്ടി നിൽക്കുന്ന ഒരു ജീവിതമാണ് നമുക്കുള്ളത്. അപ്പം നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്ന ദൈവവും നമ്മുടെ ഭൂമി ചവിട്ടി നിന്നുകൊണ്ടാണ് നമ്മുടെ വിഷയങ്ങൾ ഇടപെടുന്നതെന്ന് ഓർക്കണം. അപ്പം എൻ്റെ മക്കൾ എന്നത് എപ്പോഴും അവിടെ അതാണ് കുഴഞ്ഞ ചേറ്റിൽ നിന്ന്. 40-ാം സങ്കീർത്തനം 40:2 ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി എന്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു കാൽവയ്പുകൾ സുരക്ഷിതമാക്കി. അപ്പൊ ദൈവത്തിന്റെ പണിയാണ് എന്താണ്? ഇപ്പൊ നമ്മളെ ഭൂമിയിൽ ചവിട്ടി നിൽക്കുന്ന ഒരു ജീവിതം നമുക്കുള്ളത്. നമ്മളെ രക്ഷിക്കാനും അനുദിനം കണ്ണുനീര് ഒപ്പാനും നമ്മുടെ ദൈവവും നമ്മുടെ ഭൂമി ചവിട്ടി നിൽക്കുകയാണ്. ആ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ടാണ് അവിടുന്ന് നമ്മുടെ ജീവിതത്തെ പാറയിൽ ഉറപ്പിച്ചു. എന്നുവെച്ചാൽ ആ ദൈവവചനം അനുസരിച്ച് ജീവിക്കണത് പാറയിൽ കാലുറച്ച് ചവിട്ടുന്ന തുല്യമാണ് ശരിക്കും പറഞ്ഞത്. ഒന്നുമില്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെയായി. പക്ഷേ ഈ കാലങ്ങളിൽ നീ ദൈവത്തിലേക്ക് തിരിച്ച് വന്നെങ്കിലും കർത്താവ് നീ നശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ ഒരാളെ അതാണ് എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ലെന്നൊരു വചനമില്ലേ? സങ്കീർത്തനം 16:10 അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അതാണ് ദൈവം. നമ്മൾ ദൈവത്തിൻ്റെ ആളായി കഴിഞ്ഞാൽ നമ്മൾ അഴിഞ്ഞു പോകാനാ തകരാനാ ദൈവം അനുവദിക്കത്തില്ല.
1 മണിക്കൂർ നേരത്തെ ദൈവത്തിൻ്റെ ആളാകാൻ നോക്കുക. അമ്മ ദൈവമാതാവിന് ഈശോയിൽ നിന്ന് മധ്യസ്ഥതയുടെ തന്നയിൽ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് റിനി റോസ്. ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു ഫാം ഡി ഗ്രാജുവേറ്റാണ്. എൻ്റെ ഫാം ഡി 6th ഇയർ ആയപ്പോഴേക്കും എനിക്ക് അയർലൻഡിൽ മാസ്റ്റേഴ്സ് എടുക്കാനായിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഫൈനൽ ഇയർ ആയപ്പോഴേക്കും ഞങ്ങൾ ഏജൻസിയായിട്ട് അവരെ എല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് അവരെ ബന്ധപ്പെട്ടായിരുന്നു. അവർ പറയുന്ന പോലെ എല്ലാ ഡോക്യുമെൻറ്റ്സും ഞങ്ങൾ ശേഖരിച്ച് വിസക്ക് വെക്കാനായിട്ട് ഞങ്ങൾ ഒരുങ്ങി. അങ്ങനെ ഒക്ടോബർ 27-ാം തീയതി എനിക്ക് VFSൽ അപ്പോയിൻമെൻറ്റ് കിട്ടി വിസക്ക് വെക്കാൻ. ആ സമയത്ത് എൻ്റെ പപ്പക്ക് മാത്രം ഉടമ്പടി ഉണ്ടായുള്ളൂ. ഞാൻ ആ സമയത്ത് ഉടമ്പടി എടുക്കുന്നുണ്ടായില്ല. നോർമലായിട്ടുള്ളൊരു പ്രാർത്ഥനാ ജീവിതം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. വിസക്ക് വെച്ച് കഴിഞ്ഞിട്ടുള്ളത് എൻ്റെ പപ്പ മമ്മിയൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിലപ്പോൾ ഒരു അഹങ്കാരമല്ല, എനിക്ക് വേണ്ടി എൻ്റെ പപ്പയും മമ്മിയും പ്രാർത്ഥിച്ചോളും, എനിക്ക് ഇത്രയും അധികം എനിക്ക് പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് വേണ്ടി ഇവർ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു മനോഭാവമായിരുന്നു എനിക്ക്. വളരെ കൂളായിട്ട് എനിക്കുള്ളതാണെങ്കിൽ കിട്ടും, അങ്ങനത്തെ ഉള്ളൊരു മനോഭാവത്തിലായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം വിസ സബ്മിറ്റ് ചെയ്ത് ഫുൾ ഞാൻ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഡിസംബർ 8-ാം തീയതി എനിക്ക് ഏജൻസിയിൽ നിന്നൊരു കോൾ വന്നു. എൻ്റെ വിസ റിജക്റ്റായി, അയർലൻഡ് വിസ റിജക്റ്റായി എന്ന് പറഞ്ഞ കോൾ വന്നു. പക്ഷെ അന്നത്തെ ആ ഒരു ദിവസം ഇങ്ങനെ കോള് വന്നിട്ടും ഞാനൊരിക്കലും ഈശോയെ കുറ്റപ്പെടുത്തിയോ അങ്ങനെ ഒരു ദേഷ്യമോ അങ്ങനെ ഒന്നും എൻ്റെ മനസ്സിൽ വന്നിരുന്നില്ല. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്കിത് കിട്ടാതിരുന്നതെന്നുള്ളൊരു രീതിയിലുള്ളൊരു ചിന്ത പോലും എൻ്റെ മനസ്സിൽ വന്നിരുന്നില്ല. ഈശോയുടെ ഹിതം പോലെ നടക്കട്ടെ എന്നുള്ളതായിരുന്നു എൻ്റെ മൈൻഡിൽ വന്നത്. പക്ഷെ അന്ന് തൊട്ട് എൻ്റെ ലൈഫ് അങ്ങോട്ട് ഫുള്ള് മാറി. അത് കഴിഞ്ഞ് വളരെ വിഷമമുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ടത് ഷെയർ ചെയ്തു. കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക, ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അന്നാണ് ഞാൻ ആലോചിക്കുന്നത്, ഓക്കെ, എന്തുകൊണ്ട് എനിക്ക് ഉടമ്പടി എടുത്തുകൂടാ? എൻ്റെ പപ്പയും മമ്മിയും മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ബോധ്യം എനിക്ക് അന്നാണ് വന്നത്. അതിനടുത്ത ദിവസം തന്നെ ഞാൻ അമ്മയും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അന്നത്തെ ദിവസം തൊട്ട് ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ പള്ളിയിൽ പോവും. അതിന് മുന്നത്തുള്ള ലൈഫ് പോലെ അല്ലായിരുന്നു. എല്ലാ ദിവസവും കുർബാന കൊള്ളും, 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസരിക്കും, കൊന്ത മുടങ്ങാറില്ല, കാരുണ്യപ്രവൃത്തി ചെയ്യും. ഞങ്ങൾ പൊതിച്ചോറ് വിതരണം ചെയ്യുമായിരുന്നു ഞാൻ അമ്മയും കൂടെ. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമായിരുന്നു, പത്രം വിതരണം ചെയ്യും. ക്രിസ്ത്യൻസും നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഞാൻ എൻ്റെ ഇത് ഷെയർ ചെയ്യുമായിരുന്നു. പിന്നെ നല്ലതായിട്ട് എല്ലാ ദിവസവും 1/2 മണിക്കൂർ ബൈബിൾ വായിക്കും, 1/2 മണിക്കൂർ ഏകാന്തമായി പ്രാർത്ഥിക്കും. അപ്പോൾ ഏകാന്തമായി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് പാട്ട് പാടി പ്രാർത്ഥിക്കാനൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പം എനിക്കിഷ്ടമുള്ള പാട്ടുകൾ പാടി അങ്ങനെയൊക്കെ ഞാൻ 1/2 മണിക്കൂർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഈ ഉടമ്പടി എടുത്ത് അതിൻ്റെ പിറ്റേ ദിവസം ഏജൻസിയിൽ നിന്ന് തന്നെ വിളിച്ചു. കോളേജുകാർ പറഞ്ഞു 2ാമത് വിസ റീസബ്മിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് എനിക്ക് 2ാമതൊരു സെക്കൻഡ് ചാൻസ് മാതാവ് തന്നു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്ത് ഡിസംബർ 19-ാം തീയതി 2ാമത് റീസബ്മിറ്റ് ചെയ്യാനായിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തു. അപ്പോൾ VFS ഗ്ലോബലിൽ അപ്പോയിൻമെൻ്റ് എടുക്കാൻ 18,608 ആണ് കാശ്. അപ്പോൾ ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് ഞാൻ മനസ്സിൽ വെറുതെ ആലോചിച്ചുള്ളൂ, ദൈവം ഈ കാശ് ഇനി എവിടെ നിന്ന് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത്. പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പറയാതെ തന്നെ ഏജൻസിക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു, റിനി ഈ അപ്പോയിൻമെൻറ്റ് ഞങ്ങൾ എടുത്തുതരാം, ഒട്ടും വെറീഡ് ആവണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അതൊക്കെ മാതാവ്, ഞാൻ മനസ്സിൽ വെറുതെ ആലോചിച്ചിട്ടേ ഉണ്ടായുള്ളൂ. പക്ഷെ അതൊക്കെ മാതാവ് എനിക്ക് നേടിത്തന്നു. അങ്ങനെ ഡിസംബർ 19-ാം തീയതി എനിക്ക് 2ാമത് വിസ സബ്മിറ്റ് ചെയ്യാനായിട്ട് ഇത് കിട്ടി. രാവിലെ കുർബാനയ്ക്ക് ഞാൻ ഈ സബ്മിറ്റ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സ് വെച്ചാണ് ഞാൻ പോയത്. കുർബാനയിൽ ഫയൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. പാസ്പോർട്ടിൽ ഞാൻ ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരച്ചിട്ടാണ് സബ്മിറ്റ് ചെയ്തത്. പിന്നെ ഇവിടെ ഞായറാഴ്ച അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ വന്ന് പങ്കെടുത്തായിരുന്നു. ഈ ഞായറാഴ്ച അന്നും ഞാൻ ഈ ഫയലായിട്ട് വന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അന്ന് ഞാൻ അച്ഛൻ ഇവിടെ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു,
എന്താണ് വിസ തടസ്സങ്ങൾ മാറണേ എന്ന് അച്ഛൻ്റെ വായിൽ നിന്ന് വരണേന്ന്. പക്ഷെ അതുപോലെ തന്നെ അച്ഛൻ അങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷെ അന്ന് എനിക്കൊരു ഉറപ്പ് കിട്ടി, ഓക്കെ എൻ്റെ വിസ അപ്രൂവ് ആവും ഇനിയെന്ന്. അങ്ങനെ ഇന്നലെ ജനുവരി 14 എൻ്റെ വിസ അപ്രൂവായി. 1 മാസം പോലും തികച്ചെടുക്കാതെയാണ് എനിക്ക് അപ്രൂവ് ആയത്. ഏജൻസിക്കാർക്ക് പോലും അത്ഭുതമായിരുന്നു. കാരണം 2-3 മാസമായിട്ട് വെച്ചവരുടെ പോലും ഇതുവരെ അപ്രൂവ് ആയിട്ടില്ല. എൻ്റെ ഒരു 24 ഡേയ്സ് ആയിട്ടുള്ളൂ. അതിനുള്ളിൽ തന്നെ എൻ്റെ വീണ്ടും അപ്രൂവായി. ഇനിയിപ്പോൾ ഈ ഒരു ജനുവരി 23 ഞാൻ അയർലൻഡിൽ പോകാനായിട്ട് ഒരുങ്ങാണ്. കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാനും എൻ്റെ മമ്മിയും പൊതിച്ചോറുകൾ വിതരണം ചെയ്തിരുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ടും എൻ്റെ ക്രിസ്ത്യൻസും നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ അയച്ചു കൊടുക്കുമായിരുന്നു. എൻ്റെ കസിൻസിനായാലും അവരിപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു പേപ്പറിൽ എഴുതി അവൻ്റെ അടുത്ത് പറയും എല്ലാ ദിവസവും നീ ഇത് വെച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുക്കുമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എനിക്കുണ്ടായ അത്ഭുതങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ലൈഫിൽ നല്ലൊരു മാറ്റമാണ് വന്നേക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് എനിക്ക് ഇനിയും അങ്ങോട്ടേക്ക് ലീഡ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ മൈൻഡിൽ പറയണേ. കാരണം ഇതാണ് ഒരു ഐഡിയൽ വേ ഓഫ് ലിവിങ്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പറയണേ. ബൈബിൾ വായിക്കണം, കുർബാന കൂടണം, കാരുണ്യ പ്രവൃത്തി ചെയ്യണം. ഇതെല്ലാവരും ചെയ്യേണ്ടതാണ്. പിന്നെ അങ്ങോട്ടുള്ളൊരു ലൈഫിലും എനിക്കിങ്ങനെ തന്നെ ലീഡ് ചെയ്ത് ജീവിക്കാനാണ് താല്പര്യം. ബൈബിൾ വായിക്കുമ്പോഴും എനിക്ക് സ്ട്രൈക്ക് ചെയ്തിരുന്ന മെയിൻ കാര്യം നീതിമാനായിട്ട് ജീവിക്കുക. ഈശോക്ക് നീതിമാന്മാരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതെനിക്ക് ഫുള്ളായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ തന്നെ ജീവിക്കാനായിട്ട് ഞാൻ ഇനി അങ്ങോട്ടും പ്രാർത്ഥിക്കുന്നു. ഇത്രയും വലിയ അനുഗ്രഹം തന്നതിന് അമ്മ മാതാവിനും ഈശോവിനും ഞാൻ 1000 നന്ദി പറയും. സങ്കീർത്തനങ്ങൾ 145, 18, 19 തിരുവചനങ്ങൾ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. റിനി റോസ് എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ സമയച്ചുരുക്കത്തിൽ പരിശുദ്ധ അമ്മയോട് ലഭിച്ച സവിശേഷമായ അനുഗ്രഹത്തെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മാതാപിതാക്കളുടെ ഉടമ്പടി ജീവിതം കണ്ടാണ് മകൾ വളർന്നത്. എങ്കിലും അമ്മയിലേക്ക് വലിയ ആകർഷണം, ഉടമ്പടി ജീവിതത്തിലേക്ക് വലിയ ആകർഷണം ഉണ്ടായില്ലെന്ന് മകൾ വാക്കുകൾ കൊണ്ട് തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മകളുടെ ജീവിതത്തിലൊരു പ്രതിസന്ധി വന്നപ്പോൾ പഠിക്കുവാനുള്ള കഴിവുണ്ട്, നല്ല മാർക്ക് നേടുവാനുള്ള പ്രാപ്തിയുണ്ട്. അതുകൊണ്ട് തൻ്റെ കഴിവിലും അറിവിലും തൻ്റെ ഡോക്യുമെൻറ്റ്സിൻ്റെ മെറിറ്റ് കിട്ടുമെന്നും അത് യാതൊരു തടസ്സവുമില്ലാതെ വിദേശത്ത് പോകാനാകുമെന്നും സ്വയം മകൾ കരുതിയതും അതിൻ്റെ പരിശ്രമങ്ങളിൽ മകൾ വ്യാപരിച്ചതുമാണ് ആദ്യം സൂചിപ്പിച്ചത്. എന്നാൽ അപ്രതീക്ഷിതമായുണ്ടായ വിസ റിജക്ഷനാണ് മകളെ വീണ്ടും ഒന്ന് ജീവിതത്തെ തന്നെ ഒന്ന് കാണുവാൻ, ചിന്തിക്കുവാൻ കാരണമാകുന്നത്. നമുക്കറിയാം, ഉടമ്പടി ജീവിതത്തിൽ എപ്പോഴും നമുക്ക് സന്ദേശങ്ങൾ ലഭിക്കാറുണ്ട്. വ്യക്തികൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൂതന്മാരായി ഇടപെടാറുമുണ്ട്. ഇത് രണ്ടും നമുക്കെപ്പോഴും കാണാൻ സാധിക്കും. തരുന്ന സന്ദേശങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതായിരിക്കും, അതിനൊരു ഫലമുള്ളതായിരിക്കും. ദൂതന്മാർ അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നവരാണെങ്കിൽ അവർ നമ്മളെ നയിക്കുന്നതും ദൈവാനുഗ്രഹത്തിൻ്റെ വഴികളിലേക്ക് തന്നെയായിരിക്കും. ആദ്യം ഒരു സുഹൃത്താണ് മോളോട് പറയുന്നത്, നിനക്കെന്തുകൊണ്ട് ഉടമ്പടി എടുത്തുകൂടാ? വലിയ അലർജിക്കൊന്നുമല്ല മകളെങ്കിലും മകള് ആ ഒരു ഇൻസ്പിറേഷൻ, ഒരാൾ തന്നോട് ഉടമ്പടി എടുക്കുവാൻ വേണ്ടി പറഞ്ഞ പ്രചോദനമാണ് മകളെ ശരിക്കും അമ്മയുടെ അരികിലേക്ക് കൊണ്ടുവന്നത്. മകൾ ആ വാക്കുകൾ പറയുമ്പോൾ ഒന്ന് കണ്ടമിടറുന്നുണ്ട്. കാരണം അത്ര നാളും മകൾക്ക് വീടിനകത്തുണ്ടായിരുന്ന അമ്മ മാതാവിനെയും ഉടമ്പടി ജീവിതത്തെയും മകൾ അങ്ങനെ ഗൗരവത്തിൽ കാണാതിരുന്നതും, എന്നാൽ മറ്റൊരാൾ അമ്മയിൽ ആശ്രയിക്ക്, നിന്റെ പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇടപെടുമ്പോൾ അടുത്ത ദിവസം തന്നെ പിന്നീട് മറത്ത് ചിന്തിക്കുവാനോ നോക്കട്ടെ എന്ന് പറയുവാനോ അല്ല മകൾ ശ്രമിച്ചത്. അടുത്ത ദിവസം തന്നെ വന്ന് ഉടമ്പടി എടുക്കുന്നുണ്ട്. അത് ഡിസംബർ 11-നാണ്. ഉടമ്പടി എടുത്ത് 7 ദിവസം തികയുമ്പോൾ മകൾക്ക് വിസ അപ്രൂവ് ആകുന്നതിൻ്റെ അടുത്ത ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാനുള്ള സന്ദേശം ഏജൻസിയിൽ നിന്ന് ലഭിക്കുകയാണ്. രണ്ടാമത്തെ വിഷയത്തിൽ മകൾ പറയുന്നുണ്ട്, അവിടെ കൂടുതൽ 18,000-ലധികം രൂപ അടയ്ക്കേണ്ടി വരുമല്ലോ എന്ന് ചിന്തിക്കുന്ന നിമിഷം തന്നെ സന്ദേശം ലഭിക്കുന്നു, അധികം അതിനെപ്പറ്റി വറീഡ് ആവണ്ട,
നോക്കാമെന്ന്. അത് അമ്മയുടെ കരങ്ങളിലേക്ക് നിഷ്കളങ്കമായി കൊടുക്കുന്ന നിയോഗങ്ങൾക്ക് അമ്മ മാതാവ് എപ്പോഴും ഏറ്റെടുത്ത് അപ്പപ്പോൾ നമ്മളെ ബലപ്പെടുത്തുന്ന രീതിയിൽ അടയാളങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കും. അത് ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ്. ഏത് സാക്ഷ്യവും നിങ്ങളെടുത്ത് കേട്ടുകൊള്ളുക. അത് ആരാണോ പൂർണ്ണ ശരണത്തോടെ ഒരു കൗശലമില്ലാതെ വളവും തിരിവുമില്ലാതെ മറ്റ് ഇൻറ്റൻഷൻസ് ഇല്ലാതെ അമ്മ മാതാവിനോട് ഈശോയോട് ഇടപെടുന്നവരാണെങ്കിൽ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ, അവരുടെ ജീവിതത്തെ സംരക്ഷിക്കുന്ന വിധത്തിലും മുന്നോട്ട് നയിക്കുന്ന വിധത്തിലും കൃത്യമായ ഇടപെടലുകൾ ദൈവസന്നിധിയിൽ നിന്ന് ഉണ്ടാവും. ചിലപ്പോൾ ഒരു സ്വപ്നത്തിൽ ലഭിക്കുന്ന സന്ദേശമാവും, ചില വ്യക്തികൾ പറയുന്ന സന്ദേശമാവും, ചിലപ്പോൾ സുഗന്ധാഭിഷേകത്തിലൂടെ അമ്മയുടെ പ്രസൻസ് അറിയിച്ചു കൊടുക്കുന്നതാവും, ചിലപ്പോൾ ഒരു മഴവില്ല് തെളിച്ചുകൊണ്ട് ആ നിയോഗത്തിൻ്റെ അമ്മ കൂടെയുണ്ട്, ഉടനെ സാധിക്കുന്നുവെന്ന ഒരു സന്ദേശം കൈമാറുന്നതാവും. അത് പല വിധത്തിൽ നമുക്ക് അനുഭവിക്കുവാനാവും. മകൾ പറയുന്നുണ്ട്, ഏജൻസിയിൽ നിന്ന് ആ മറുപടി വന്നു, ഇന്നിപ്പോൾ 24 ദിവസം എത്തുമ്പോൾ മകൾക്ക് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് വിസയും ടിക്കറ്റും എല്ലാം മകളുടെ കയ്യിൽ നിന്ന് സുരക്ഷിതമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മുടെ ജീവിതത്തെ ദൈവത്തിനിണങ്ങിയ വിധത്തിൽ പുനഃക്രമീകരിക്കുവാനുമുള്ള ഒരു പദ്ധതിയും ദൈവികമായ ഒരു കോളുമാണ്, വിളിയുമാണ്. അതാ മകൾ പറഞ്ഞത്, ഞാനിപ്പോൾ ഉടമ്പടി ജീവിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു ഇതെല്ലാവരും ജീവിക്കേണ്ടതാണ്. ഇത് ഒരു വ്യക്തി അവൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവരെന്താണോ ജീവിക്കേണ്ടത് അത് മാത്രമേ ഉടമ്പടിയിലുള്ളൂ. ഭാരപ്പെടുത്തുന്നതൊന്നും ഇതിനകത്തില്ല. ദൈവത്തിന് മുമ്പിൽ, മനുഷ്യരുടെ മുമ്പിൽ നമ്മളോട് തന്നെ വിശ്വസ്തതയും വിശുദ്ധിയുമുള്ളവരായി ജീവിക്കുവാൻ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ജീവിത പദ്ധതിയുടെ പേരാണ് മരിയൻ ഉടമ്പടി. ആ ഉടമ്പടിയിലൂടെ ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തിന് പ്രതിസന്ധിയിലും ക്ലേശത്തിലും അമ്മ മാതാവും ഈശോയും കരം പിടിച്ച് സന്തോഷവും ഉയർച്ചയും മേൽഗതിയും മകൾക്ക് അനുവദിച്ചു നൽകിയതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം. ജിഷ പോള്, ഞാൻ വാളകത്തു നിന്നാണ് വരുന്നത്. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു ഈ അൾത്താരയിൽ കയറി സാക്ഷ്യം പറയാൻ അനുവദിച്ചതിൽ. ഞാൻ 24/7/2022 ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. എൻ്റെ മകൾ ജോന മരിയാജി, ഹസ്ബൻഡ് അജിമോൻ തോമസ് എന്നിവരാണ് എൻ്റെ കൂടെയുള്ളത്. എൻ്റെ മകൾക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ച് പറയാനാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ കുഞ്ഞ് +2 പഠിക്കുമ്പോൾ വളരെ ഉഴപ്പായിരുന്നു, അവൾക്ക് ആത്മീയത ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ ഇതെല്ലാം ചെയ്യാൻ അവൾ നിർബന്ധിക്കുമായിരുന്നെങ്കിലും അവൾക്ക് യാതൊരു വിധത്തിലുള്ള ഇതും ഉണ്ടായില്ല. എൻ്റെ കൂടെ പ്രേക്ഷിത പ്രവർത്തനത്തിനൊക്കെ വരുമെങ്കിലും പ്രാർത്ഥനയിലൊട്ടും ആഴം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കും, ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പച്ചത്തിരി കത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ വളരെയധികം സങ്കടത്തോടു കൂടി ഞാൻ പച്ചത്തിരി കത്തിച്ച് അത് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പച്ചത്തിരിയിൽ ചെറിയൊരു ഹാർട്ടിൻ്റെ രൂപം വന്നു. അതിനുശേഷം അത് വലുതാവുകയും അതിനകത്ത് ഒരു ഭാഷയിൽ എന്തോ എഴുതി വന്നത് ഞാൻ കണ്ടു. പക്ഷേ ഇതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. പിന്നെ ഞങ്ങൾ അത് മാതാവിനോട് ചോദിച്ചു എന്താണ് ഇതെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലാത്ത കാരണം പിന്നെ ഞങ്ങളെ തോന്നിച്ചു ഇത് ഹീബ്രു ഭാഷയിലൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഹീബ്രു ഭാഷയിൽ ഞങ്ങളത് ചെക്ക് ചെയ്തപ്പോൾ അത് ജോനയുടെ പേരായിരുന്നു. അതിനകത്ത് എഴുതി വന്നത് ഇത് ജോനയുടെ പേരായിരുന്നു. ഇതിലൂടെ എനിക്ക് മനസ്സിലായി ഇവളുടെ പേര് യേശുവിൻ്റെ ഹൃദയത്തിലാണ് എഴുതിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് അവളെക്കുറിച്ച് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പഠിക്കാതെയും ഒക്കെ ആ പരീക്ഷയുടെ സമയത്തും ഒക്കെ ഭയങ്കര ഉഴപ്പായിരുന്നു. അപ്പോഴാണ് അവൾക്ക് ഉടമ്പടി എടുക്കണമെന്നൊരാഗ്രഹം വന്നത്. അത് മാതാവ് തോന്നിച്ചതാണ്. അങ്ങനെ ഉടമ്പടി എടുക്കാനായിട്ട് അവൾ തീരുമാനിച്ചു. ഞങ്ങൾ 2 പേരും ഇവിടെ വന്നു. അവൾ ഉടമ്പടി എടുത്ത് അവൾക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ചും അതുപോലെ തന്നെ അവൾക്ക് ദൈവം കൊടുത്ത വലിയ കൃപയെക്കുറിച്ചും എൻ്റെ മകൾ പറയുന്നതാണ്. ഞാൻ അവൾക്ക് മൈക്ക് കൊടുക്കുകയാണ്. എൻ്റെ പേര് ജോന മരിയാജി. എനിക്ക് 18 വയസ്സാണ്. ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 15/3/2025 ഞാനിവിടെ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ +2 എക്സാം തന്നെയായിരുന്നു. എൻ്റെ +2 എക്സാം എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ലാസ്റ്റ് എക്സാമിന് ബയോളജി ആയ ലാസ്റ്റ് എക്സാമിന് തൊട്ട് മുമ്പ് വന്നിട്ടാണ്. ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ കാശുരൂപവും ഉപ്പും തേനും വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ എല്ലാ എക്സാംസിനും അങ്ങനെയാണ് ഞാൻ ചെയ്തത്. ലാസ്റ്റ് ബയോളജി എക്സാം ശരിക്കും മാതാവ് എനിക്ക് പറഞ്ഞു തന്നാണ് ഞാൻ എഴുതിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് എക്സാമിന് തൊട്ട് രാവിലെ മുമ്പ് ഞാൻ ഈ പോർഷൻസ് എല്ലാം റിവൈസ് ചെയ്യുമ്പോൾ എല്ലാം എനിക്ക് ബ്ലാങ്കാണ്. എന്ത് ക്വസ്റ്റ്യൻ വന്നാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ നിന്നത്. അങ്ങനെ ഞാൻ പോയി എക്സാം എഴുതി.
ആ എക്സാമിന് എനിക്ക് 94ഉം ബാക്കി എല്ലാ എക്സാംസിനും ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ മാർക്കാണ് എനിക്ക് തന്നത്. അതിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പുറത്തേക്ക് പോകാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യണം, എന്ത് ആക്കണം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ഫ്യൂച്ചറിനെ പറ്റി എനിക്കൊരു പ്ലാൻ ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ഏശയ്യ 45ൻ്റെ 2-3 വാക്യങ്ങളാണ്. ആകയാൽ കർത്താവ് നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതികൾ തകർക്കുകയും ഇരുമ്പോടാമ്പലും ഒടുക്കുകയും ചെയ്യും. ഞാൻ നിൻ്റെ ദൈവമാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും ധനശേഖരവും ഞാൻ നിനക്ക് നൽകും. ഈ പ്രാർത്ഥന ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പപ്പയുടെ ഒരു കൂട്ടുകാരൻ വഴി ഞങ്ങളൊരു ഏജൻസീനെ പരിചയപ്പെട്ടു. ആ ഏജൻസിയിൽ പോണതിന് മുമ്പ് ഞാൻ കൃപാസനത്തിൻ്റെ ഇവിടെ വന്ന് അൾത്താരയിൽ മുട്ടുകുത്തി നിന്നിട്ട് ഞാൻ മാതാവിനോടും യേശുവിനോടും പറഞ്ഞു, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോകത്തുള്ളൂ. നിനക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്തേക്ക് എന്നെ വിടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. നീയും മാതാവും കൂടെ നിന്ന് വേണം എനിക്ക് കാര്യങ്ങൾ ചെയ്തു തരാൻ എന്നും പറഞ്ഞ് ഞങ്ങൾ ഏജൻസിയിൽ പോയി കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷനായിട്ട് എടുത്തു തന്നത് ഓസ്ട്രേലിയയാണ്. നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ഓസ്ട്രേലിയക്ക് പോകാൻ. അങ്ങനെ ഞങ്ങൾ നഴ്സിംഗ്, പക്ഷെ ഞങ്ങൾക്ക് നോക്കുമ്പോൾ ഫിനാൻഷ്യലി ഞങ്ങൾ ഒട്ടും സ്റ്റേബിൾ അല്ല. കാര്യത്തിൽ നല്ല ഹൈ ഫിനാൻഷ്യലി സ്റ്റാറ്റസ് ഉള്ളവർ മാത്രം പോകുന്ന ഒരു കോഴ്സാണത്. പക്ഷേ മാതാവിൻ്റെ യേശുവിൻ്റെ ഉറപ്പിൽ ഞാനും എൻ്റെ വീട്ടുകാരും അങ്ങനെ അത് പ്രൊസീഡ് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ എൻ്റെ ആദ്യത്തെ കടമ എന്ന് പറയുന്നത് ഞാൻ IELTS എഴുതാൻ പോയതാണ്. IELTS എഴുതാൻ പോയ ടൈമിൽ ഞാൻ അത്യാവശ്യം നല്ലോണം ഇംഗ്ലീഷ് പറയും. ഞാൻ ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ് വന്നത്. അത് മാത്രമല്ല ഞാൻ ഒരു CBSE സ്കൂളിലാണ് പഠിച്ചത്. അത് മാത്രമല്ല ഇവിടെ ഞാൻ എപ്പോഴും സാക്ഷ്യം കേൾക്കുമ്പോൾ 7-8 പ്രാവശ്യമൊക്കെ IELTS എഴുതുമ്പോൾ ഞാൻ വിചാരിക്കും എൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും വരില്ല, എനിക്ക് ആകെ വിസ പ്രോസസ്സിങ്ങിൽ മാത്രമായിരിക്കും ചിലപ്പോൾ പ്രശ്നം വരുള്ളൂ. IELTS ഒക്കെ ഞാൻ ഈസി ആയിട്ട് പാസ്സാവുന്നതായിരുന്നു. അങ്ങനെ എൻ്റെ ആദ്യത്തെ എക്സാം വന്നപ്പോൾ ഞാനിവിടെ അച്ഛനെ കണ്ടതാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ എൻ്റെ മെറിറ്റായിരുന്നു എനിക്കെല്ലാം. എനിക്ക് മെറിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും കിട്ടുമെന്നായിരുന്നു എൻ്റെ ഉറപ്പ്. അങ്ങനെ ഞാൻ ആദ്യത്തെ എക്സാം എഴുതി. എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു, എനിക്ക് കിട്ടുമെന്നായിരുന്നു ഉറപ്പ്. പക്ഷേ എനിക്ക് ഇൻഡിവിജ്വൽ 7 വേണ്ടോടത്ത് ഒരെണ്ണത്തിന് മാത്രം 6.5, ബാക്കി എല്ലാത്തിനും 8ഉം 7.5ഉം മാർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ഇതിന് മാത്രം 6.5 ആയിപ്പോയി. അങ്ങനെ ഞാൻ രണ്ടാമത് എഴുതി, മൂന്നാമത് എഴുതി, അതും കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അതെല്ലാം 0.5-നാണ് പോകുന്നത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ PT എഴുതാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ അവർ റൂളും ചേഞ്ച് ചെയ്തു. അത് പിന്നെയും ഡിഫിക്കൽട്ടാക്കി. അങ്ങനെ എനിക്ക് PTയും ആദ്യത്തെ തവണ ഭയങ്കര എളുപ്പമായിരുന്നു, അതും എനിക്ക് കിട്ടിയില്ല. അങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. ഇനി ഞാൻ എന്ത് ചെയ്യണം, ഇനി ഇത് ഡ്രോപ്പ് ഔട്ട് ആക്കണം ഓസ്ട്രേലിയ, എനിക്കൊന്നും അറിയില്ല. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇവിടെ ഞാൻ വീണ്ടും അച്ഛനെ കാണാൻ വേണ്ടി വന്നു. അച്ഛനെ കാണാൻ വേണ്ടി ആ ഓഫീസിൻ്റെ അവിടെ നിൽക്കുമ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ നിന്ന് ടോക്കൺ എടുത്ത് ഇവിടെ വന്ന് അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. അപ്പോൾ അച്ഛൻ ചോദിച്ചു എന്താ പറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു 3 പ്രാവശ്യം IELTS എഴുതി, ഞാൻ 1 പ്രാവശ്യം PT എഴുതി, എന്നിട്ടും കിട്ടിയില്ല, ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു സാരമില്ല എന്ന് പറഞ്ഞ് എൻ്റെ കവിളിൽ തട്ടി. അങ്ങനെ ഞാൻ പോയി ലാസ്റ്റ് എക്സാം ഒരു ഇതും ഇല്ലാതെ ഞാൻ എഴുതിയത്. ഞാൻ പഠിച്ചില്ല, ഞാൻ ആകെ പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ എക്സാം എഴുതി. അതിനകത്ത് PT എഴുതുന്നവർക്കറിയാം ഔട്ട് ഓഫ് 90 ആണ് ഈ PTയുടെ മാർക്ക് സ്കോർ വരുന്നത്. അങ്ങനെ എനിക്ക് ഓവറോൾ 90 ആയിരുന്നു സ്കോർ എൻ്റെ. അതെനിക്ക് വലിയൊരു മിറക്കിളായിരുന്നു. കാരണം എനിക്കറിയാം ഞാൻ ആ എക്സാമിൽ അധികം ഒന്നും എഴുതിയിട്ടില്ല. എനിക്ക് ഔട്ട് ഓഫ് ഫുള്ള് കിട്ടാനുള്ളത് ഉറപ്പായിട്ട് എഴുതിയിട്ടുണ്ടാവില്ല. അങ്ങനെ അത് വലിയൊരു മിറക്കിളായിരുന്നു എനിക്ക്. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ നിലം കരയാക്കുന്നതിൻ്റെ കാര്യമായിരുന്നു. അത് ഞങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തത് മാർച്ചിലാണ്. പക്ഷേ ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടല്ല ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. പക്ഷേ ഞങ്ങൾക്കൊരു 1.5 ഇയേഴ്സിലാണ് ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതെന്തായാലും ഞങ്ങൾക്ക് ഓൾറെഡി ഒരു കസിൻ ഉണ്ട് ഇങ്ങനെ 1.5 ഇയേഴ്സ് എടുത്തുകൊണ്ട് അവർ ഓസ്ട്രേലിയ ഡ്രോപ്പ് ആക്കിയ കസിൻ ഉണ്ട്. അത് പക്ഷേ എൻ്റെ ബർത്ത്ഡേ 29 ഓഗസ്റ്റ് 2025 എനിക്കിത് തരണമെന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതേ ദിവസം എനിക്ക് ഈ ഇൻകം ടാക്സ് പേയ്മെൻറ്റും അടച്ച് എനിക്ക് ഈ നിലം കരയാക്കിയത് എനിക്ക് തന്നു മാതാവ്. അതിൻ്റെ ഒരു വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പപ്പ എപ്പോഴും ഏത് ഓഫീസിൽ, പഞ്ചായത്ത് ഓഫീസിലോ RTO ഓഫീസിലോ എവിടെ പോയാലും പപ്പ ഉപ്പും തേനും ഉപ്പും അവിടെ വിശ്വാസപ്രമാണം ചൊല്ലി ഇടുമായിരുന്നു. തേനും അപ്പനും ഉപയോഗിക്കുമായിരുന്നു. എല്ലാ ഡോക്യുമെൻറ്റ്സിലും തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഭയങ്കര ടൈം ഷോർട്ടനിങ്. ഏകദേശം ഒരു 5 മാസത്തിലാണ് ഞങ്ങൾക്കത് കിട്ടിയത്. ഒരു 1.5 വർഷം എടുക്കേണ്ട കാര്യം ഒരു 5 മാസത്തിൽ. അതിന് മാതാവിന് യേശുവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു.
ഇനി അടുത്തൊരു കാര്യം ലോണിൻ്റെ കാര്യമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ലോണിൻ്റെ കാര്യത്തിൽ ഓടി കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ 1 മാസത്തിലൊക്കെയാണ് അവർക്കത് ലോൺ പാസ്സാവുന്നത്. അപ്പോൾ 1 മാസം എടുക്കുമ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ സീറ്റ് കിട്ടാനായിട്ട് പറ്റില്ല. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പപ്പ എപ്പോഴും ഈ ബാങ്കുകളിൽ പോകുമ്പോൾ ഇതുപോലെ തന്നെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, വിശ്വാസപ്രമാണം ചൊല്ലി. പിന്നെ എല്ലാ ഡോക്യുമെൻറ്റ്സിലും തൈലം ഉപയോഗിക്കുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ PT എക്സാം പാസ്സാവുന്നതിന് തൊട്ട് മുമ്പ് അവർ ഞങ്ങൾക്ക് ലോൺ സാങ്ഷൻ ആക്കി വെച്ചു. എന്നിട്ട് PTയുടെ മാർക്ക് ലിസ്റ്റ് മാത്രം കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അത് പാസ്സാവാത്തതുകൊണ്ട് 2ാമത്തെ PT എക്സാം വരെ അവർ ഹോൾഡ് ചെയ്ത് വെച്ചു. ഒരു ബാങ്കുകാരും ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. എല്ലാം പാസ്സായവർ ഡോക്യുമെൻറ്റിനോട് ചെന്നാൽ മാത്രമേ അത് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു അത്. അതുകൊണ്ട് ഞങ്ങൾക്കത് പെട്ടെന്ന് സീറ്റ് എടുക്കാൻ പറ്റി. അടുത്തത് എൻ്റെ GS അസസ്മെൻറ്റിൻ്റെയും CEO വരുന്നതിൻ്റെയും കാര്യമായിരുന്നു. അങ്ങനെ CEO വരുന്നതിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഞങ്ങൾ വെച്ചു, അതും വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പേയ്മെൻറ്റ് അടയ്ക്കുന്ന കാര്യത്തിലേക്ക് എത്തി. പേയ്മെൻറ്റ് അടച്ചപ്പോൾ ഞങ്ങൾക്കൊരു ആദ്യത്തെ പേയ്മെൻറ്റ് ഡിക്ലൈൻ ആയിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പാൻ കാർഡ് ഞാൻ മൈനറിൽ നിന്ന് മേജർ ആക്കിയിട്ടില്ല. അതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ മാതാവ് അത് കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ പാൻ കാർഡിൻ്റെ കാര്യം ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റാണ് വിസയ്ക്ക് വയ്ക്കുമ്പോൾ. അത് ഞങ്ങളിപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വെച്ച് വിസയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വിസ റിജക്റ്റ് ആയി പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് മാതാവ് അത് മുമ്പേ നടന്ന് ഞങ്ങൾക്കത് കാണിച്ചു തരുവാണ് ചെയ്തത്. അതിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അങ്ങനെ ഞങ്ങൾ പേയ്മെൻറ്റ് അടച്ചു. അടുത്തത് ഞങ്ങൾ ഇവിടെ ഒരു ഡിസംബർ 4-ാം തീയതിയാണ് ഇവിടെ കൃപാസനത്തിൽ പത്രം വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ ഏജൻസിയിൽ നിന്ന് പറയുവാണ് ഞങ്ങൾക്ക് വിസയുടെ ആപ്ലിക്കേഷൻ അയച്ചു തരാം, നിങ്ങൾ പെട്ടെന്ന് ചെക്ക് ചെയ്തിട്ട് കൊടുക്കാനുള്ളത് നോക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഇവിടെ നിന്ന് പോയി ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഓഫീസിൽ നിൽക്കുവാണ് അച്ഛൻ്റെ ടോക്കൺ എടുക്കാൻ വേണ്ടി. അപ്പോൾ എനിക്കൊരു വചനം കിട്ടി, എബ്രായർ 13:6. അത് ആകയാൽ ദൈവം നിനക്ക് തുണ, നീ പേടിക്കേണ്ട, മനുഷ്യർ നിന്നോട് എന്ത് ചെയ്യും, അതായിരുന്നു ആ വചനം. അപ്പം തന്നെ എനിക്ക് ഭയങ്കര ഒരു പ്രത്യാശയായി. അങ്ങനെ ഞാൻ അച്ഛനെ കണ്ടു. അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ തന്ന കാശ് രൂപം വെച്ച് ഇവിടെ വെച്ച് തന്നെ ഞാൻ വിസയുടെ കാര്യങ്ങളൊക്കെ അയച്ചു, പേയ്മെൻറ്റും അടച്ചു, എല്ലാം കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞ് 1 മാസം എടുത്തു. 1 മാസം കഴിഞ്ഞു, വിസ വന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജാനുവരി 6-ന് ഞാൻ രാവിലെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ബദനി മഠം എന്ന് പറയുന്നൊരു മഠമുണ്ട്. അവിടെ ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സഹായിക്കാൻ, അവിടെ ഇങ്ങനെ മെൻ്റൽ അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും കിടക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കാനും അവരുടെ നഖം വെട്ടി കൊടുക്കാനും ഒക്കെ ഞാൻ ഇടയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ അന്ന് രാവിലെ ഞാൻ അതിന് പോയി. അത് കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ പള്ളിയിൽ കുർബാനയ്ക്ക് പോയി. അത് കഴിഞ്ഞ് നേരെ ഞാൻ കൃപാസന പത്രം ഞാൻ വഴിക്കട നടന്ന് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ അമ്മ വിളിക്കുന്നത്. അമ്മ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ വിസ വന്നു എന്ന്. പറഞ്ഞാൽ 1 മാസമായിട്ട് ഞാൻ കാത്തിരുന്ന വിസ ആ ദിവസമാണ് വന്നത്. ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അന്നായിരുന്നു ധനഹ പെരുന്നാൾ. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു വലിയ കാര്യമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കർത്താവിനോട് റിലേറ്റായി നിൽക്കുന്ന ഒരു ദിവസം തന്നെ വരുകയും ചെയ്തു. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന 7-ാം തീയതിക്ക് മുമ്പായിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും വിസ വരണം. കാരണം അത് സാക്ഷ്യത്തിൽ പറയുമ്പോൾ മാതാവിനോടനുബന്ധിച്ച് പറയാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് മാതാവിനും യേശുവിനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ ടിക്കറ്റ് വന്നേക്കുന്നത് ഫെബ്രുവരി 5-നാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ കാര്യങ്ങൾ മാതാവ് എനിക്ക് വേണ്ടി ചെയ്തു തന്നതിൽ. മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ എനിക്ക് വലിയ 2 കാര്യം പറയാനുള്ളത്. ഒരു ദിവസം ഞാൻ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ എൻ്റെ അടുത്ത് ഈ മാതാവിൻ്റെ അതേ കളറുള്ള ഒരു കന്യാസ്ത്രീ എൻ്റെ അടുത്ത് വന്നിരുന്നു. അതിൻ്റെ ബാഗും കയ്യിലുള്ള എല്ലാ സാധനവും അതേ കളറ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഞാൻ അതായിട്ട് കണക്ട് ചെയ്തപ്പോൾ ഇനി മാതാവാണോ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിങ്ങനെ ഇരുന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കേണ്ടത്. പക്ഷെ എനിക്ക് തിരിച്ചൊന്നും മിണ്ടാൻ പറ്റില്ല. കാരണം ഉള്ളിൽ എനിക്ക് അതിയായ സന്തോഷം ഇങ്ങനെ നിറഞ്ഞിട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല അങ്ങോട്ട്. അപ്പം ഞാനിങ്ങനെ എന്തായിരിക്കും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പുറത്ത് എനിക്കറിയാം മാതാവാണ് ഈ വന്നിരിക്കണേന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളൊന്നും പറയാൻ സാധിക്കണില്ല. പക്ഷേ ഞാൻ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞു എനിക്കിങ്ങനെ ആഗ്രഹങ്ങളുണ്ട്. അത് മാത്രമല്ല മാതാവ് ഇങ്ങനെ ആ ആഗ്രഹങ്ങൾ ഞാൻ ഉള്ളിൽ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന് മാതാവ് ഇങ്ങനെ ചിരിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവ് തന്നെയാണ് വന്നത് എൻ്റെ അടുത്ത്. എന്നിട്ട് മാതാവ് എനിക്ക് പോണതിന് മുമ്പ് ഉമ്മയൊക്കെ തന്ന് അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ ആ സമയത്ത്. പിന്നെ 2ാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ട എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ മുട്ടുകുത്തി നിൽക്കുവാണ് കർത്താവ് കുരിശിൽ കിടക്കുമ്പോൾ.
അപ്പോൾ ഞാൻ ഇങ്ങനെ മുട്ടുകുത്തി നിൽക്കുമ്പോൾ കർത്താവിൻ്റെ കുരിശ് നേരെ ഇങ്ങനെ വീണ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ട്രംബ്ലിങ് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ ട്രംബ്ലിങ് ഇങ്ങനെ ഫീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഞാൻ നിലത്ത് കിടന്നിങ്ങനെ കരയുവാണ്. അങ്ങനെ കരഞ്ഞു കഴിഞ്ഞപ്പോൾ 2 മാലാഖമാർ എൻ്റെ അടുത്ത് വന്നു, എന്നെ ആശ്വസിപ്പിച്ചു. ഇത്രയായിരുന്നു എൻ്റെ സ്വപ്നം. അങ്ങനെ ആ സ്വപ്നം കണ്ടു. അത് കഴിഞ്ഞ് എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു ഫുഡ് പോയ്സൺ അടിച്ചു. ഞാൻ 2-3 വർഷത്തിനുള്ള ഒരിക്കലും ഞാൻ അഡ്മിറ്റ് ആയിട്ടില്ല ഹോസ്പിറ്റലിൽ. പക്ഷേ അമ്മയ്ക്കും വന്നു, എൻ്റെ അനിയത്തിക്കും വന്നു. അവർക്കൊക്കെ ഒരു 2-3 ദിവസത്തിനുള്ളിൽ മാറി. എനിക്കിത് ഒരാഴ്ചയായി, അത് മാറണില്ല. അങ്ങനെ മാറില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ഓൾറെഡി കർത്താവായിട്ട് ഞാൻ അത്യാവശ്യം ടോക്ക് ചെയ്യുന്നൊരു പേഴ്സണാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ. അപ്പോൾ ചിലപ്പോൾ എനിക്കത് പീഡാസഹനത്തിന് വേണ്ടിയിട്ട് കർത്താവ് തന്നതായിരിക്കും എന്ന് ഇങ്ങനെ തോന്നി. പിന്നെ ഞാൻ ചെയ്യുന്ന ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് കർത്താവിനോട് ഭയങ്കരമായിട്ട് സ്നേഹം തോന്നി തുടങ്ങി. ഞാൻ ആക്ച്വലി എൻ്റെ 10th വരെ ഞാൻ കർത്താവിനോട് ഭയങ്കര അടുത്ത് നിന്ന ഒരാളാണ്. 10th വന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എന്തോ ഒരു ചെറിയ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, നീ ഇത്രയും നാൾ എന്നെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്നല്ലേ പറഞ്ഞേ, എന്നിട്ട് നീ എന്നെ കൈവെള്ളയിലല്ലോ, ഇത്രയും ഇഷ്യൂസ് എനിക്ക് വരുന്നുണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ ചോദിച്ചു. അതെൻ്റെ അഹങ്കാരം കൊണ്ട് ചോദിച്ചാണ്. അത് ഞാനിപ്പോൾ സോറി പറയുന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് വരുന്ന പ്രശ്നങ്ങൾക്ക് കയ്യും കണക്കുമില്ല. എന്ത് വന്നാലും പ്രശ്നങ്ങളായിരുന്നു എനിക്ക്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തോരം കൈവെള്ളയിലാണ് എന്നെ അത്രയും നാൾ കൊണ്ടു നടന്നതെന്ന്. അത് കഴിഞ്ഞ് ആ ഒരു ഗ്യാപ്പ് വന്നേ പിന്നെ അതുവരെ ഞാൻ കർത്താവിനോട് ടോക്ക് ചെയ്യുമായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്തേ പിന്നെയാണ് ഞാൻ പിന്നെ ആ ടോക്ക് എനിക്ക് പിന്നെ ഒന്ന് വന്നു തുടങ്ങിയത്. അതുകൊണ്ട് എന്ത് കാര്യം വന്നാലും എനിക്കിപ്പോൾ കർത്താവിനോട് ചോദിക്കാൻ പറ്റുന്നുണ്ട്. കർത്താവ് എന്നോട് ആൻസർ പറയുന്നത് ഭയങ്കര ഒരു ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇൻറ്റിമസി ഉണ്ട് കർത്താവിനോട്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് വേറൊരു കാര്യം എനിക്ക് ഉടമ്പടിക്കടെ കിട്ടി ഇതിനേക്കാളും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെയൊക്കെ നിത്യജീവനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നത് നമുക്കൊക്കെ സുഖമുള്ള ഒരു സ്ഥലമാണത്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സുഖത്തോടെ ജീവിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. പക്ഷേ ഞാൻ കർത്താവിനോട് അടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കർത്താവിനോട് ഇത്രയും സ്നേഹം വന്നപ്പോൾ എനിക്ക് എൻ്റെ കർത്താവിനെ കാണണം എന്നുള്ളൊരു രീതിയിലേക്ക് എൻ്റെ നിത്യജീവൻ കൺവേർട്ടായി. എനിക്ക് എങ്ങനെയെങ്കിലും കർത്താവിനെ കാണണം, അതായിരുന്നു എൻ്റെ നിത്യജീവൻ. ഇപ്പോഴും എനിക്ക് അതാണ് എൻ്റെ നിത്യജീവൻ. അതാണ് എൻ്റെ ഉടമ്പടിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കാര്യം. അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പൊതിച്ചോറ് കൊടുക്കാനായിട്ട് പോകും. പിന്നെ ഹോസ്പിറ്റലിൽ രോഗികളെ കാണാനും അവർക്ക് പൈസ കൊടുക്കാൻ അമ്മയുടെ കൂടെ പോകാറുണ്ട്. പിന്നെ പത്രം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 20 ബണ്ടിൽ എല്ലാ മാസവും വാങ്ങും. പിന്നെ ഈ ഡിസംബറിലൊക്കെ 30 ബണ്ടിലാക്കി. അങ്ങനെയായിരുന്നു എൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും. അങ്ങനെ ഇത്രയും ചെയ്തു തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. സാധാരണ ഇതിന് ലോൺ വയ്ക്കുമ്പോൾ ബെറ്റ് ഏരിയ ശരിക്ക് ലോണിന് എടുക്കില്ലാത്തതാണ്. സാധാരണ ഇതിന് കരഭൂമിയാണെങ്കിൽ മാത്രമേ ഇതാവുള്ളൂ. ഇത് ഇപ്പോഴത്തെ നിലയിൽ ശരിക്കും ഗവൺമെൻറ് ഇത് മാറ്റിത്തരുന്നെങ്കിൽ മിനിമം 1 വർഷമെങ്കിലും എടുക്കും. അപ്പം ഇതിൻ്റെ പ്രയോറിറ്റി കിട്ടാനായിട്ട് എല്ലാ ഓഫീസുകളിലും പ്രയോറിറ്റി കിട്ടാനായിട്ട് ഈ ഉപ്പിട്ട് പ്രാർത്ഥിച്ച വഴി മാതാവ് തിരുക്കുമാരനും ടൈം ഷോർട്ടിങ് ചെയ്തു തന്നുണ്ട്. ഇങ്ങനെ ചെയ്തു തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ആത്മീയമായി ഞാൻ വളരെ ദൈവത്തോടും മാതാവിനോടും വളരെ അറ്റാച്ച്മെൻ്റായിട്ട് നിൽക്കുവാനുള്ളൊരു കൃപ എനിക്ക് തന്നു. എന്നെ ആ ദൈവസ്നേഹത്തിൽ നിന്ന് ഒരിക്കലും തള്ളിക്കളയരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. മാത്രമല്ല, ഞാൻ ഇവർക്ക് വേണ്ടി ഒരു അടയാളം ഞാൻ ചോദിച്ചു. ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് ഞങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, മാതാവ് എന്താണ് ഞങ്ങൾക്കൊരു അടയാളം തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ പച്ചത്തിരിയിൽ ഓസ്ട്രേലിയയിൽ ഇവിടെ പോകുന്ന ക്യാൻബറ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ മാപ്പ് തിരിയിൽ കാണിച്ചു തന്നു. അപ്പോൾ അത് അങ്ങനെ ഞങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായി. അത് യേശുവും അത് ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലായി. ഞങ്ങൾ പൊതിച്ചോറ് സാധാരണ രീതിയിൽ വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളത് വീട്ടിലുണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ പൊതിച്ചോറ് കെട്ടി ഞങ്ങൾ സ്കൂട്ടറിൽ പോയി നമ്മൾ എങ്ങനെ നടക്കണം, എവിടെ കൊടുക്കണം, എത്ര പൊതി കൊടുക്കണം, അത് മാതാവ് ഞങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ആ രീതിയിൽ ചെന്നിട്ട് നമ്മൾ ആ സ്ഥലത്ത് പോയി കൊടുക്കുമ്പോൾ അവിടെ ആളുണ്ടാവും, നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും അത് വാങ്ങിക്കാനായിട്ട്. അതുപോലെ തന്നെ വളരെയധികം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് എല്ലാത്തിനും. ഞാനിപ്പോൾ 12ാമത്തെ ഉടമ്പടി പുതുക്കി 3.5 വർഷമായിട്ട് ഉടമ്പടിയിൽ നിൽക്കുന്നതാണ്. ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും 1 കോടി നന്ദി പറഞ്ഞ് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 17-18 തിരുവചനങ്ങൾ. അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ
എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാവും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. ജിഷ എന്ന ഈ സഹോദരിയും മകൾ ജോവാനയും ജീവിത ഈ അൾത്താരയിൽ കുടുംബത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ജോവാനയുടെ വാക്കുകൾ നാം കേൾക്കുമ്പോൾ എത്ര കണ്ട് ഈശോയോടുള്ള നിഷ്കളങ്ക സ്നേഹത്തിൽ പരിശുദ്ധമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നിരന്തരം ദൈവസാന്നിധ്യം അനുഭവിച്ച് ജീവിതത്തിൻ്റെ നന്മകളിലേക്ക് അമ്മ കൈപിടിച്ച് നടത്തുന്നത് എത്ര വലുതെന്ന് മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകളുടെ വിദേശ ഭാഷാ പഠനമാണ് പ്രത്യേകമായി ആദ്യം സൂചിപ്പിച്ചത്. എളുപ്പമെന്ന് നിസ്സാരമെന്ന് മകൾ കരുതിയ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യ പരീക്ഷകൾ അത് 4 തവണ പരാജയപ്പെട്ടത് മകൾ ഏറ്റുപറയുന്നുണ്ട്. സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു പരാജയം മനസ്സിൽ കണ്ടവളല്ല. എന്നാൽ നിസ്സാരമെന്ന് കരുതിയ IELTS-ഉം PT-യും പരീക്ഷകൾ പരാജയപ്പെട്ട് കഴിവിലുള്ള ആശ്രയം മുഴുവനും വിഫലമാകുമ്പോഴാണ് അമ്മയുടെ സന്നിധിയിലേക്ക് വളരെ കണ്ണീരോടുകൂടി ഈ വിഷയം കൊടുക്കുന്നത്. മകൾ പറയുന്നുണ്ട്, ജോസഫച്ചൻ്റെ ആശീർവാദ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുകുത്തുമ്പോൾ ഏങ്കിലടച്ച് നിലവിളിച്ചാണ് ഞാൻ അവിടെ നിന്നിരുന്നത്. കാരണം എനിക്ക് നിസ്സാരം ജയിക്കാമെന്ന് കരുതിയത് ഒരു തരത്തിലും ജയിക്കുവാനാവാത്ത വിധം എനിക്കത് അകന്നു പോകുമ്പോൾ അതെന്നെ വല്ലാതെ തകർത്തിരുന്നു. എന്നാൽ അച്ഛൻ കൈവച്ച് പ്രാർത്ഥിക്കുകയും ഒരു കാശുരൂപം കൈമാറിക്കൊണ്ട് നിൻ്റെ പരീക്ഷയ്ക്ക് കുഴപ്പമുണ്ടാവില്ല മോളെ എന്ന് പറഞ്ഞ് കവിളിൽ തട്ടിവിടുമ്പോൾ മകൾ പറയുന്നുണ്ട്, പഠിച്ചിട്ടല്ല അടുത്ത തവണ ഞാൻ പരീക്ഷ എഴുതുന്നത്, പ്രാർത്ഥിച്ചിട്ടാണ്. അമ്മയുടെ കരങ്ങളിലേക്ക് മുഴുവനും ഏൽപ്പിച്ചു കൊടുത്താണ് ഞാൻ ആ പരീക്ഷയ്ക്ക് പോയത്. ഏറ്റവും നല്ല മാർക്ക് 90 മാർക്ക് അതിൻ്റെ ഹയസ്റ്റ് സ്കോറാണ്. അതേ മാർക്ക് നൽകി എൻ്റെ അമ്മ മാതാവ് എൻ്റെ കഴിവിനപ്പുറം ദൈവകൃപയാൽ നല്ല വിജയം നൽകി എൻ്റെ ആ പരീക്ഷ വിജയിപ്പിക്കുകയും മുന്നോട്ട് പോകുവാൻ വിദേശ രാജ്യത്തിലേക്കുള്ള ബാക്കി എല്ലാ പ്രോസസ്സും നിമിഷങ്ങൾക്കുള്ളിൽ ദിവസങ്ങൾക്കുള്ളിൽ അമ്മ ക്രമീകരിച്ച് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. കുടുംബത്തിൻ്റെ സ്ഥലസംബന്ധമായൊരു വിഷയത്തിലും മകളിത് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടാണ് അമ്മയോട് ചോദിക്കുന്നത്. അമ്മ മാതാവ് ഏറെ വർഷങ്ങളെടുക്കും, ഏറെ കുരുക്കുകളുണ്ട്, ഒട്ടും എളുപ്പമല്ല എന്നെല്ലാവരും പറയുന്നു. എന്നാൽ അമ്മയുടെ കരങ്ങളിലേക്ക് നിഷ്കളങ്കതയോടുകൂടി ഈ നിയോഗം ഏൽപ്പിച്ച് ഉടമ്പടി പ്രകാരം ഏറ്റവും തീഷ്ണമായി ജീവിക്കുവാൻ തീരുമാനിച്ച് അതിൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും അതിൻ്റെ കാരുണ്യ പ്രവൃത്തികളും ഏറ്റവും സന്തോഷത്തോടെ നിർവഹിച്ചു പോകുമ്പോൾ മകൾ പറയുന്നുണ്ട്, 5 മാസം കൊണ്ട് തൻ്റെ ബർത്ത്ഡേയുടെ അതേ ദിവസം കരമടച്ച രസീത് അത് നിലം പുരയിടമാക്കി കിട്ടി കുടുംബത്തിന് അനുഗ്രഹമായെന്ന്. അതിന് അപ്പച്ചൻ്റെ ത്യാഗപൂർണമായ ഒരു ഉത്തരവാദിത്വം കൂടി നിർവഹിച്ചത് ഉടമ്പടി പ്രകാരം സൂചിപ്പിക്കുന്നുണ്ട്. എവിടെയൊക്കെ പോയോ, ഏതൊക്കെ ഓഫീസുകളിൽ കയറിയോ അവിടെയൊക്കെ ഉപ്പിട്ട് അമ്മയുടെ സാന്നിധ്യവും ഈശോയുടെ ശക്തിയും ഏറ്റവും കുരുക്കും കുഴപ്പവുമുള്ള ഈ വിഷയത്തിന് മേൽ വേഗത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് അല്പം പോലും ക്ലേശിക്കാതെ അമ്മ മാതാവും തിരുക്കുമാരനും സമയച്ചുരുക്കത്തിൽ ആ കൃപ ആ ഒരു നിയോഗം അനുവദിച്ച് ലഭിച്ചതിനെ മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. മറ്റ് 2 കാര്യങ്ങൾ കൂടിയുണ്ട്. അമ്മയുടെ അരികിലേക്ക് നിയോഗം കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കത്തിക്കൊണ്ടിരുന്ന തിരിയിൽ ഒരു പേര് തെളിയപ്പെടുന്നു. ഭാഷ ഏതെന്ന് പോലും അറിയില്ല. ഭാഷയറിയാതെ അക്ഷരങ്ങൾ തെളിഞ്ഞു നിൽക്കുന്നത് കാണാനാവുന്നുണ്ട്. വീണ്ടും അമ്മയോട് പ്രാർത്ഥിച്ച് ചോദിക്കുന്നുണ്ട്, എന്താ ഇതിൻ്റെ അർത്ഥം? മകൾ കലഹിച്ചു കൊണ്ടിരുന്നത് ഉള്ളംകൈയിൽ എന്നെ കൊണ്ടു നടന്നിട്ടാണോ എൻ്റെ ജീവിതത്തിൽ ഇതിന് മാത്രം പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്? അതായിരുന്നു അവരുടെ പരാതി. എന്നാൽ തിരിയിൽ ഒരു ഹൃദയരൂപം തെളിയുകയും അതിലിങ്ങനെ അക്ഷരങ്ങൾ കൊത്തിവെച്ചതുപോലെ കാണുകയും ചെയ്യുന്നു. മകളത് വീഡിയോയിൽ നമ്മളെ കാണിച്ചു തന്നു അവൻ്റെ ഫോട്ടോ. പിന്നീട് അത് അന്വേഷിക്കുമ്പോൾ അവൾ തിരിച്ചറിയുന്നു അതൊരു ഹെബ്രായ പദമാണ്. ആ പദം ജോന അവളുടെ പേര് തന്നെയാണ്. എൻ്റെ കരങ്ങളിലല്ല, എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ഹൃദയത്തിൽ നിൻ്റെ പേരെഴുതി വെച്ചു വന്ന സന്ദേശമാണ് മകൾക്ക് കൈമാറുന്നത്. അതിനുശേഷം അവരുടെ ആത്മീയ ജീവിതത്തിന് വലിയ കുതിപ്പുണ്ടാകുന്നത്, ദൈവികമായ ദർശനങ്ങൾ ഉണ്ടാകുന്നത്, സ്വപ്നങ്ങളിൽ കൃത്യമായി ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത്. അവൾ തന്നെ പറഞ്ഞു സഹനത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച്. കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ മുട്ടുകുത്തി നിൽക്കുമ്പോൾ കുരിശ് നിലംപതിക്കുന്നതാണ് കണ്ട സ്വപ്നം. എന്തെന്നറിയാതെ ആകെ അവൾ പ്രയാസപ്പെടുമ്പോൾ തുടർന്ന് വരുന്ന ആഴ്ചയിൽ ഒരു ഫുഡ് പോയിസൺ വന്ന് വല്ലാത്ത രീതിയിൽ അവൾ സഹനത്തിലേക്ക് കടന്നു പോകുന്നുണ്ട്.
എൻ്റെ കർത്താവ് ഞാൻ ഏറ്റെടുക്കേണ്ടി വരുന്ന സഹനങ്ങളെ മുൻകൂട്ടി കാട്ടിത്തന്നുകൊണ്ട് എൻ്റെ ജീവിതത്തെ സഹായിക്കുകയും നയിക്കുകയും ചെയ്യുന്നു. സാന്നിധ്യം അറിയിച്ചുകൊണ്ട് എൻ്റെ കൂടെ തമ്പുരാനുണ്ടെന്ന് മകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. മറ്റൊന്ന് അമ്മ സാക്ഷ്യപ്പെടുത്തി എവിടെയൊക്കെ പോകണ്ടേ, എങ്ങോട്ടാ പ്രോസസ്സ് നടത്തണ്ടേ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അത് കൃത്യമായി ആ തിരിയുടെ ഉള്ളിൽ ഒരു വൃത്തം പോലെ, ദീർഘവൃത്തം പോലെ ഒരിടം കാണിച്ചു കൊടുക്കുന്നു. ഈ കിട്ടിയ ഒരു ചിത്രം ഈ കുടുംബം ഇങ്ങനെ അന്വേഷിക്കുകയാണ്. ഇത് ഏതാണ് ദേശം, ഈ പ്രദേശം ഏതാണ്? ഭൂപടത്തിൽ നോക്കി വരുമ്പോൾ കാണുന്നുണ്ട് ഓസ്ട്രേലിയയിലെ ഒരു പ്രദേശമാണ് കാട്ടിക്കൊടുക്കുന്നത്. ഇന്ന് മകൾ ആ നാട്ടിലേക്കാണ് പോകുന്നത്. അമ്മ മാതാവിൻ്റെ സന്ദേശങ്ങൾ വളരെ കൃത്യതയുള്ളതാണ്. ഒരു ദർശനം, ഒരു വാക്ക്, ഒരു സന്ദേശം, ഒരു സ്വപ്നം അമ്മ കൈമാറുമെങ്കിൽ അതിനൊപ്പം അതിൻ്റെ അർത്ഥമുണ്ടാവും. ഉടമ്പടിയിൽ സന്ദേശങ്ങൾക്ക് അർത്ഥമുണ്ടാവും. അത് നിയോഗങ്ങൾ സഫലമാകുന്ന തരത്തിലുള്ള അർത്ഥവുമായിരിക്കും. ഈ കുടുംബം ഒന്നിനു പുറകെ ഒന്നായി ദൈവമാതാവിൻ്റെ ഇടപെടലിലൂടെ ലഭിച്ച സന്ദേശങ്ങളെ, സ്വപ്നങ്ങളെ, വാക്കുകളെ ഓരോന്നും കിട്ടുമ്പോൾ കുടുംബം പറയുന്നുണ്ട്, അമ്മ മാതാവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. മകൾ പറഞ്ഞു, ഞാൻ ബയോളജി പരീക്ഷ എഴുതുവാൻ പോകുമ്പോൾ ഏറെ ക്ലേശിച്ചാണ് പോയത്. പക്ഷേ ഞാൻ അവിടെ ചെന്നിരുന്ന നിമിഷം മുതൽ എൻ്റെ ചെവിയിൽ ഇങ്ങനെ അമ്മ സംസാരിക്കുകയാണ്. ഓരോ ഉത്തരവും ഇങ്ങനെ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ഞാനാകെ എഴുതുക മാത്രമേ ചെയ്തുള്ളൂ. ഏറ്റവും കൂടിയ മാർക്ക് അമ്മ എനിക്ക് നൽകിയത് ആ പരീക്ഷയ്ക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, ദൈവാനുഭവങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തരാണോ നിരന്തരമായി നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. അത് ചെറുതോ വലുതോ എന്ന നിശ്ചയമൊന്നുമില്ല. ആരായാലും, എളിയവരാവട്ടെ വലിയവരാവട്ടെ, കുഞ്ഞുങ്ങളാവട്ടെ വൃദ്ധരാവട്ടെ, ദൈവമാതാവിനും ഈശോയ്ക്കും സന്ദേശങ്ങൾ കൈമാറുവാൻ ഒരു മടിയുമില്ല. അതുകൊണ്ടാണ് ഈ 18 വയസ്സുള്ള മകള് ഈശോയെ ഇത്ര കണ്ട് ഇൻറ്റിമസിയോടുകൂടി ജീവിതത്തോട് ചേർത്ത് പിടിച്ച് ലോകത്തോട് പറയുന്നത്, ഞാൻ ഏറ്റവും സന്തോഷത്തോടു കൂടി എൻ്റെ കർത്താവിനോട് നിരന്തരം സംസാരിക്കുന്നു. എൻ്റെ അമ്മ മാതാവ് എനിക്ക് നിരന്തരം സന്ദേശങ്ങൾ നൽകി എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പ്രാർത്ഥിക്കുവാൻ മടുപ്പില്ലാതെ, പ്രേക്ഷിത വേല ചെയ്യുവാൻ മടുപ്പില്ലാതെ, ദൈവസ്നേഹത്തിൽ ഓരോ ദിവസവും ജീവിക്കുവാൻ തീഷ്ണത നൽകിക്കൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയും ഈശോയും കരം പിടിച്ച് മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന 3 പേരുടെയും വാക്കുകളിൽ ഉടമ്പടി ഓരോരുത്തരെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന്, ഓരോരുത്തരും ഉടമ്പടിയിൽ എങ്ങനെ ജീവിതം ഇൻവെസ്റ്റ് ചെയ്തുവെന്ന് നമ്മളോട് അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നമ്മുടെ കഴിവുകൾ പരാജയപ്പെടുന്നിടത്ത് ദൈവം അവൻ്റെ ശക്തിയാൽ നമ്മളെ വിജയിപ്പിക്കും. നമുക്കെല്ലാം ബ്ലോക്കായി നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി വഴികൾ തുറന്ന് പുതിയ ആകാശം നൽകുന്നതിന്, പുതിയ സ്വപ്നങ്ങൾ നൽകുന്നതിന്, ജീവിതം സുരക്ഷിതമാക്കുന്നതിന് ദൈവം കൂടെ നടക്കുന്നത് അനുഭവിക്കുവാനാവും. അതിൻ്റെ സന്തോഷം, അതിൻ്റെ സാക്ഷ്യം, അതിൻ്റെ അനുഗ്രഹങ്ങളാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും ദൈവാനുഭവങ്ങൾക്കും ആത്മീയ ബലത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും. തന്നെ മാതാവിൻ്റെ മുൻപിലും ഈശോൻ്റെ മുമ്പിലും ഈ അൾത്താരയിൽ നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ അനുഗ്രഹം നൽകിയതിനും മാതാവിനും ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് അബിത. ഇത് എൻ്റെ അപ്പ, അമ്മ. ഞങ്ങൾ വരുന്നത് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് മേരിഗിരി അങ്കമാലിയിൽ നിന്നാണ്. ഞാനിവിടെ ആദ്യമായി വരുന്നത് 2023 ജൂൺ 15-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വരുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം, ഞാൻ 2021 +1 +2 പാസ് ഔട്ടായതാണ്. അത് കഴിഞ്ഞ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു എനിക്ക് ന്യൂസിലൻഡ് പോകണം എന്നുള്ളത്. അതും ഞാൻ 6th or 7th എന്തോ പഠിക്കുമ്പോൾ മുതലുള്ള എൻ്റെ ഡ്രീമായിരുന്നു. കാരണം എൻ്റെ കസിൻസ് അവിടെയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് എനിക്ക് ന്യൂസിലൻഡ് എന്നുള്ളത് ഭയങ്കര ഒരു ക്രേസായി മാറി, എനിക്ക് അവിടെ പോയി പഠിക്കണം എന്നുള്ളത്. അങ്ങനെ 2021 ഞാൻ കോഴ്സ് കഴിഞ്ഞിറങ്ങിയപ്പം നല്ല വിജയത്തോടു കൂടി ഇറങ്ങാൻ പറ്റി. അപ്പോൾ അതുവരെ എൻ്റെ ലൈഫിൽ അങ്ങനെ ഫെയിലിയർ എന്താണെന്ന് ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം പഠിക്കുമ്പോഴാണെങ്കിലും അത്യാവശ്യം നല്ല മാർക്കൊക്കെ കിട്ടിപ്പോരുന്നുണ്ടായിരുന്നു, ദൈവം അനുഗ്രഹിച്ച്. അത് കഴിഞ്ഞ് ഞാൻ IELTS സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ കുറേ എക്സാംസ് എഴുതി. ഒന്ന് എഴുതുമ്പം സ്പീക്കിംഗ് പോവും, ഒന്ന് എഴുതുമ്പം റൈറ്റിംഗ് പോവും. അങ്ങനെ കുറേയും ട്രൈ ചെയ്ത് 2022 നവംബർ ആയപ്പോഴാണ് എൻ്റെ എക്സാമും എൻ്റെ പേപ്പർ വർക്ക്സും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയത്.
സ്റ്റാർട്ട് ചെയ്തെങ്കിലും എൻ്റെ കോളേജ്, ഞാൻ ആഗ്രഹിച്ച കോളേജ് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അവിടെ ന്യൂസിലൻഡിലപ്പോഴേക്കും ഫ്ലഡ് വന്ന് ആകെ കോളേജുകളൊക്കെ ക്ലോസ് ചെയ്തു. വീണ്ടും ഒരു 1 ഇയർ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഓൾറെഡി എൻ്റെ 1 ഇയർ പോയായിരുന്നു അപ്പോഴേക്കും. അത് കാരണം ഞാൻ കോളേജ് ചേഞ്ച് ചെയ്തു. അങ്ങനെ കോളേജൊക്കെ ചേഞ്ച് ചെയ്ത് വീണ്ടും ഫോർമാലിറ്റീസ് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്തു. ലോണിൻ്റെ പേപ്പേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതൊക്കെ നല്ല സ്മൂത്തായിട്ട് ആ സമയത്ത് റൺ ചെയ്തു. എല്ലാം നല്ല പെട്ടെന്ന് ലോണിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ ആയി. ആ കോളേജ് മാറിയെങ്കിലും എനിക്ക് കുറേ ഫണ്ടിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് കുറേയും ഹ്യൂജ് എമൗണ്ട് വീണ്ടും കാണിക്കേണ്ടി വന്നു. പക്ഷേ എങ്കിലും ദൈവം അനുഗ്രഹിച്ച കസിൻസും അമ്മയുടെ കസിൻസും അപ്പയുടെ കസിൻസും എല്ലാവരും കൂടിയൊക്കെ ഉള്ളതുകൊണ്ട് അതങ്ങ് ക്ലിയറായി പോയി. അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ ബർത്ത്ഡേ ജൂൺ 21 അപ്പോൾ 2023 ജൂൺ 20 ഞാൻ പഠിച്ച സ്കൂളിലിരുന്നപ്പോൾ എനിക്കൊരു മെയിൽ, അവിടെയാണെങ്കിൽ റേഞ്ചും കൂടി ഇല്ല. ഞാൻ പ്ലാന്റേഷനിലെ +1 +2 പഠിച്ച കാലടി പ്ലാന്റേഷൻ. അവിടെ ഇരുന്നപ്പോഴാണ് എനിക്കെൻ്റെ വിസ വരുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു, വിസ വന്നല്ലോ ഇത്രയും കഷ്ടപ്പെട്ടിട്ടെന്ന് ഓർത്ത്. അങ്ങനെ വിസ വന്നു. ബാക്കി ഫോർമാലിറ്റീസ്, എനിക്ക് ലിവിങ് എക്സ്പെൻസ് അടയ്ക്കണമായിരുന്നു അവിടേക്ക്. ലിവിങ് എക്സ്പെൻസ് അടയ്ക്കാൻ വേണ്ടി അവിടേക്ക് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഫോർമാലിറ്റീസൊക്കെ ചെയ്ത സമയത്ത് എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പണായി കിട്ടിയില്ല ഫസ്റ്റ്. വീണ്ടും ഇമിഗ്രേഷനിൽ വിളിച്ച് എനിക്ക് 2 ആഴ്ച എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടി വിസ. പക്ഷേ എന്നിട്ട് പോലും എൻ്റെ ബാങ്ക് അക്കൗണ്ട് അവിടെ ഓപ്പണായി എനിക്ക് കിട്ടിയില്ല. സോ ഇമിഗ്രേഷനിൽ വീണ്ടും റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഇനിയും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, സോ അവർ വിസ ക്യാൻസൽ ചെയ്യുവാന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചത് ക്യാൻസലായി പോയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൃപാസനത്തിലേക്ക് ഞങ്ങൾ വരുന്നത്. 2023 ജൂൺ 15 ഞാൻ വന്നതിന് ശേഷം വിസ വന്നത്, പക്ഷെ അത് ക്യാൻസലായിപ്പോയി. എന്നിട്ട് പിന്നെ വീണ്ടും 15 വന്ന് ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് വീണ്ടും കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വിസ വന്നു. ആ വിസ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ആ വിസ വരുന്നത്. വിസ വരുന്നത് ജൂലൈ 10 എനിക്ക് വിസ വരുന്നത്. അതും ഇവിടെ വന്ന് 15 ഉടമ്പടി എടുത്തു. ആ ഒരു 1 മന്ത് പോലും എടുത്തില്ല. ഒരു 3.5 വീക്സിൽ എനിക്ക് വേറെ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാതെ വേഗം ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആയി കിട്ടിയും എൻ്റെ ലിവിങ് എക്സ്പെൻസ് ഞാൻ അങ്ങോട്ട് സെൻഡ് ചെയ്യും. അങ്ങനെ എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞ് പെട്ടെന്നൊരു ദിവസം പ്രതീക്ഷിക്കാതെ, ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് ഓൾറെഡി ജൂലൈ 17 ക്ലാസ് തുടങ്ങുമായിരുന്നു. അപ്പോൾ ഏജൻസിയിൽ നിന്നൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു ഇയാൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല സ്റ്റാർട്ടിങ് ഡേയ്സ് ഓൺവേഡ്സ്. അപ്പോൾ അതുകൊണ്ട് കോളേജിൽ നമ്മൾ എക്സ്റ്റൻഷൻ റിക്വസ്റ്റ് ചെയ്യണം. പക്ഷെ അത് ലാസ്റ്റ് സ്റ്റേജിൽ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമുക്കത് ഹോൾഡ് ചെയ്ത് വെക്കാം, പറ്റില്ലെങ്കിൽ നമുക്ക് എക്സ്റ്റൻഷൻ ചോദിക്കാം എന്നൊക്കെ പറഞ്ഞ് വെച്ചിരിക്കുന്ന സ്റ്റേജായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ ജൂലൈ 10 രാവിലെ എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് വിസ വന്നു എന്ന്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതിരുന്നൊരു മൊമെൻ്റ് ആയിരുന്നു അത്. അത് കഴിഞ്ഞു ഞാനാണ് ഓൾറെഡി ഇങ്ങനെ കുറേ നാളുകളായിട്ട് ആഗ്രഹിച്ചിരുന്നതുകൊണ്ട് എല്ലാം പ്രിപ്പയർഡ് ആയിരുന്നു. ഡ്രസ്സാണേലും എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഓൾറെഡി പ്രിപ്പയർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒട്ടും വെയിറ്റ് ചെയ്യാൻ നിന്നില്ല. പിന്നെ 17 ക്ലാസ് തുടങ്ങും എന്നുള്ളതുകൊണ്ടും പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകാം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് പോകാം എന്നുള്ളൊരു തോട്ടമൊന്നും അപ്പം വന്നില്ല. പിന്നെ കസിൻസിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴും എത്രയും പെട്ടെന്ന് കയറി പോരെ എന്നുള്ളൊരു തോട്ടായിരുന്നുകൊണ്ട് അങ്ങനെ 10 എനിക്ക് വിസ വന്നു. 11 വൈകുന്നേരത്തെ ടിക്കറ്റ് എടുത്ത് ഞാൻ 11 തന്നെ ഇവിടുന്ന് ഫ്ലൈ ചെയ്തു. അതിന് വലിയ അനുഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആദ്യം വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ മുതൽ ഏജൻസിയിൽ നിന്ന് എനിക്ക് വിസ ഇൻ്റർവ്യൂസ് അവർ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും അവർ വിളിച്ച് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കുമായിരുന്നു. ആഴ്ചയിൽ 3 ദിവസം 4 ദിവസമൊക്കെ ആയിട്ട് അവർ ഫ്രീ ആകുമ്പോൾ. അപ്പോൾ എനിക്കാണ് ഇൻ്റർവ്യൂ ഒന്നാമത് ന്യൂസിലൻഡാണ് നമ്മൾ ആദ്യമായിട്ട് അവിടെ പോകുന്നത്. നമ്മളുടെ ഇംഗ്ലീഷും അവിടുത്തെ ഇംഗ്ലീഷും എൻറ്റയർലി ഡിഫറെൻറ്റാണ്. അതിപ്പോൾ എല്ലാ സ്ഥലത്തുമാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ടൈം നല്ല വ്യത്യാസമാണ്. 7.5 മണിക്കൂർ പ്ലസ് ആണ് അവിടെ. അപ്പോൾ ഇവിടുത്തെ ഒരു വെളുപ്പിന് ആ ഒരു ടൈമിലായിരിക്കും അവർ ഇൻ്റർവ്യൂവിന് വിളിക്കുക. വെളുപ്പിനൊരു 2 മണി 3 മണി 1 മണി ആ സമയത്തൊക്കെ. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ഫോൺ അടുത്ത് വെച്ച് റിംഗ് ടൂണൊക്കെ ഫുള്ളാക്കിയിട്ടാണ് കിടന്നുകൊണ്ടിരുന്നേച്ചത്. ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റൊക്കെ നോക്കുമായിരുന്നു ആ ദിവസങ്ങളിൽ. ചില ദിവസം ടെൻഷനാണ്, രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ വല്ല കോളും മിസ്സായിട്ടുണ്ടോ, കാരണം നമുക്ക് തിരിച്ച് വിളിക്കാനൊരു ഓപ്ഷൻ ഇല്ലല്ലോ അതുകൊണ്ട്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് വിസ ഇൻ്റർവ്യൂ പോലും ഉണ്ടായിരുന്നില്ല. മാതാവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് എനിക്ക് നല്ല ടെൻഷനായിരുന്നു എന്താവും. പക്ഷെ എനിക്ക് വിസ ഇൻ്റർവ്യൂ ഒന്നും ഇല്ലാണ്ട് ഡയറക്റ്റ് എനിക്ക് ജൂലൈ 10 വിസ കിട്ടി. 11 ഞാൻ ഇവിടുന്ന് ഫ്ലൈ ചെയ്തു. ഞാൻ ഉടമ്പടി എടുത്തത് ജൂൺ 15. ഞാൻ ജൂലൈ 15 വിത്തിൻ ആ 1 മന്തിൽ ഞാൻ ന്യൂസിലൻഡിൽ ലാൻഡ് ചെയ്തു. അവിടെ ലാൻഡ് ചെയ്തിട്ട് ശേഷമാണെങ്കിലും ഇപ്പം ഞാൻ അവിടെ BSc പഠിക്കുന്നത്. BSc നഴ്സിംഗ് ഫൈനൽ ഇയറാണ് എനിക്കിനിപ്പോൾ ഇൻറ്റേൺഷിപ്പും എൻ്റെ എക്സാമും കൂടെ ബാക്കിയുള്ളൂ. ബാക്കി എൻ്റെ കോഴ്സസ് എല്ലാം കംപ്ലീറ്റ് ആയി.
അവിടെ എത്തിയിട്ടാണെങ്കിലും ഞാൻ എത്തിയ സ്റ്റേജിൽ കോവിഡും ഫ്ലഡും കാരണമൊക്കെ അവിടെ പാർട്ട് ടൈമൊക്കെ ഭയങ്കര ഷോർട്ടായിരുന്നു കിട്ടാനായിട്ട്, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഓഗസ്റ്റ് 2023 എനിക്ക് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് ഒരിടത്ത് വർക്ക് കിട്ടി. പക്ഷെ അവിടെ സ്റ്റാഫ് കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കാഷ്വൽ സ്റ്റാഫ്സ് ആയതുകൊണ്ട് ഭയങ്കര ഷോർട്ടായിരുന്നു ഷിഫ്റ്റ്. മാസത്തിലൊക്കെ ഒരെണ്ണമൊക്കെ കിട്ടി അങ്ങനെയുള്ളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ചെന്ന സമയമായതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഫണ്ടൊക്കെ ട്രാൻസ്ഫർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുകൊണ്ട് ചെന്ന ഒരു 2 മാസത്തെ കാര്യം എങ്ങനെയൊക്കെയോ നടന്നു. പിന്നെ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിടത്ത് എനിക്ക് കൂടുതൽ ഷിഫ്റ്റ്സ് കിട്ടാൻ തുടങ്ങി. ആഴ്ചയിൽ 3 ഷിഫ്റ്റും 2 ഷിഫ്റ്റൊക്കെ എനിക്ക് റൺ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അവിടെ. അതുപോലെ തന്നെ എനിക്കൊരു ഹോട്ടലിൽ വർക്ക് ചെയ്യാൻ പറ്റി. വീക്ക്ലി 2 ദിവസം എനിക്കിപ്പോൾ ഹോട്ടലിലും പാർട്ട് ടൈം ഉണ്ട്. സോ അതുകൊണ്ട് എനിക്കിപ്പോൾ എൻ്റേതായ കാര്യങ്ങൾ ഇവരെ ബുദ്ധിമുട്ടിക്കാതെ എനിക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ മാതാവിൻ്റെ വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഇനി ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം. ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. ഞാൻ ഉടമ്പടി എടുത്തത് 16/2/24 ആദ്യമായി ഉടമ്പടി വെച്ചത് എൻ്റെ മകനാണ്. മകനില്ലാത്തത് കൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല. രണ്ടാമത് വെച്ചത് എനിക്ക് വർഷങ്ങളായിരുന്നു തലവേദന. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എനിക്കത് മാറിക്കിട്ടി. പിന്നെ ഉറക്കക്കുറവ്, ഒത്തിരി നാളുകളായി ഉറക്കമില്ലായിരുന്നു. ആഴ്ചകളോളം ഉറക്കമില്ലാതെ ഇരുന്നിട്ടുണ്ട്. ഉറക്ക ഗുളിക വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഉറക്കം ഉണ്ടാവാറില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് വെഞ്ചരിച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിന് ഫലമായി 3-ാം ദിവസം തന്നെ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ എനിക്കത് മാറിക്കിട്ടി. ഞാനിപ്പോൾ 7ാമത്തെ ഉടമ്പടി പുതുക്കിയിരിക്കുകയാണ്. പിന്നെ മകളുടെ കാര്യങ്ങൾ മകൾ പറഞ്ഞു. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാ മാസവും ഞാൻ എൻ്റെ മകൻ ഇവിടെ വന്ന് വിശുദ്ധ കുർബാന സമർപ്പിച്ച് പത്രവും വാങ്ങിച്ച് പത്രം വിതരണം നടത്താറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം നടത്താറുണ്ട്. പിന്നെ ഉടമ്പടി ധ്യാനം എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട്. സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഡെയിലി ബ്രെഡ് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട്. കാരുണ്യ പ്രവർത്തികൾ, ഞങ്ങൾ വീടിൻ്റെ അടുത്ത് ഒരു അപ്പച്ചന്മാർ താമസിക്കുന്ന സ്ഥലമുണ്ട്. 20 പേരോളം അവിടെയുണ്ട്. ഞങ്ങൾ ഒരു ഉടമ്പടി എടുത്ത എല്ലാവരും കൂടി ഒരു 10-13 പേരോളം ഉണ്ട്. ഞങ്ങളൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. കൃപായ എന്നാണ് ഗ്രൂപ്പിൻ്റെ പേര്. ഞങ്ങളെല്ലാവരും എല്ലാ ആഴ്ചകളിലും അവിടെ പോയി അവരെ കുളിപ്പിക്കുകയും അവിടെ ക്ലീൻ ചെയ്യുകയും റൂമൊക്കെ ക്ലീൻ ചെയ്ത് അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക, ഞങ്ങൾ ഗ്രൂപ്പായിട്ട് തന്നെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഓരോരുത്തരുടെ ബുദ്ധിമുട്ടുകൾ, അതായത് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഗ്രൂപ്പിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. ജപമാല ചൊല്ലാറുണ്ട്. അത്ര കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഞങ്ങൾ വെഞ്ചരിച്ച വസ്തുക്കൾ കൊടുക്കാറുണ്ട്. പിന്നെ ആത്മീയമായിട്ട് എനിക്ക് നിയോഗങ്ങളെക്കാളുപരി ആത്മീയമായി വളരാനാണ് സാധിച്ചിരിക്കുന്നത്. ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ഞാനാണ്. ഉടമ്പടി എടുത്ത് ഇതുവരെയും ഞാൻ വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. കുമ്പസാരം 2 ആഴ്ച എത്തുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. ചിലപ്പോൾ ഒന്ന് വൈകാറുണ്ട്, എന്നാലും ഒത്തിരി വൈകാറില്ല. ഞാൻ ഓടിപ്പോയി കുമ്പസാരിക്കും. ബൈബിൾ വായന, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. കൊന്ത ചൊല്ലാറുണ്ട്. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ അരമണിക്കൂർ കൊന്ത, അരമണിക്കൂർ ബൈബിൾ വായിക്കും. അത് കഴിഞ്ഞ് പള്ളിയിൽ പോകും. അങ്ങനെ പിന്നെ ആത്മീയമായിട്ട് ഒരുപാട് പേർക്ക് സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. അത്രയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് 1000 നന്ദി പറയുന്നു. 86-ാം സങ്കീർത്തനം 10-ാമത്തെ തിരുവചനം. എന്തെന്നാൽ അങ്ങ് വലിയവനാണ്, വിസ്മയകരമായ കാര്യങ്ങൾ അങ്ങ് നിർവഹിക്കുന്നു. അങ്ങ് മാത്രമാണ് ദൈവം. കർത്താവെ, ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ. അബിതയും കുടുംബവും ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റു പറയുന്നത് അവരുടെ വിശ്വാസ പ്രഖ്യാപനം നടത്തുവാനും അവരുടെ കുടുംബത്തിലുണ്ടായിട്ടുള്ള വലിയ അത്ഭുതങ്ങൾ ഉണ്ടായപ്പോൾ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഈ അത്ഭുതങ്ങൾക്ക് ഉള്ള നീതി ലഭിച്ചതെന്നതിനെക്കുറിച്ചാണ് ഇവർക്ക് പറയാനുള്ളത്. അബിത നമ്മോട് പറയുകയുണ്ടായി, മകൾക്ക് വല്ല സമയച്ചുരുക്കത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് മകൾക്ക് ലഭിച്ചത്.
ഇതിനെ ഒരു എയർ ലിഫ്റ്റഡ് സാക്ഷ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ന്യൂസിലൻഡ് സ്കോർ കിട്ടാനായി ഒരുപാട് മക്കളാണ് വളരെയധികം ബുദ്ധിമുട്ടുന്നതും അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിരിക്കുന്നതും. അബിതയ്ക്ക് കിട്ടിയത് വളരെ ഈസി ആയിട്ടായിരുന്നു. തൻ്റെ വളരെ ചെറുപ്പം മുതലുള്ള ന്യൂസിലാൻഡിൽ പോയി പഠിക്കണം, അവിടെ ജോലി ചെയ്യണമെന്നുള്ളൊരു വലിയ ആഗ്രഹത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ മകൾക്ക് ലഭിച്ചത് ഇൻ്റർവ്യൂ കൂടാതെ തന്നെ ന്യൂസിലാൻഡിലേക്ക് പോകാനുള്ള ഒരു വിസയാണ് ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഉടമ്പടി എടുക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മെ നയിക്കുന്ന വലിയ വലിയ വിവിധങ്ങളായ വളരെ വിസ്മയിപ്പിക്കുന്ന വഴികളെക്കുറിച്ച് നാം എന്നും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ഈ മകളുടെ ആഗ്രഹം പോലെ ചെറുപ്പകാലത്തുള്ള എല്ലാ ആഗ്രഹങ്ങളും ഇന്ന് ഈശോ സാധിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു പാർട്ട് ടൈം ജോലി ചെയ്യാനുള്ള വലിയ സാധ്യതകൾ ഇന്ന് ന്യൂസിലാൻഡിൽ കൊടുത്തിരിക്കുന്നു. മക്കൾ പറയുന്നത് പോലെ പാഷനും പ്രൊഫഷനുമൊക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു വലിയ സാധ്യത ന്യൂസിലാൻഡിൽ, ഒരു ഡാൻസ് ടീച്ചറായി വർക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത, അതുപോലെ തന്നെ അതോടുകൂടി തന്നെ BSc നഴ്സിംഗ് പഠിക്കുവാനുള്ള ഒരു വലിയ സാധ്യത. ഈ അനുഗ്രഹങ്ങളെക്കാളെല്ലാം വളരെ കൃത്യമായി ഉടമ്പടി വിശ്വസ്തയോടുകൂടി പാലിക്കുവാനുള്ള അനുഗ്രഹം കൂടി മകൾക്ക് ലഭിച്ചിരിക്കുന്നുവെന്ന് ഏറ്റുപറയുകയുണ്ടായി. ഈ മകളെ അതിശയിപ്പിച്ചത് ഇവരുടെ കുടുംബത്തിലുള്ള അവരുടെ വലിയ മാറ്റങ്ങളാണ്. എല്ലാവരും എല്ലാ ദിവസവും കൃത്യമായി ദിവ്യബലിയിൽ പങ്കെടുക്കുകയും 1 മണിക്കൂർ മുൻപ്, ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് മുൻപ് 1 മണിക്കൂർ മുമ്പ് ജപമാല അർപ്പിക്കുവാനും അതുപോലെ തന്നെ കൃത്യമായ 1/2 മണിക്കൂർ വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനൊക്കെയുള്ള സമയം അവർ ദൈവത്തിന് കൊടുക്കാനുള്ളത് കൊടുത്തതിന് ശേഷമാണ് അവരുടെ നിത്യകാര്യങ്ങൾ, അവർ ദൈനംദിന ജീവിതത്തിലേക്ക് അവർ കടക്കുന്നത്. അങ്ങനെ ജീവിതത്തിന് വലിയ ഒരു അടുക്കും ചിട്ടയും വന്ന ഉടമ്പടി ജീവിതം ഒരു ജീവിതക്രമമായ ഒരു നല്ല സാക്ഷ്യമാണിത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇവർക്കെല്ലാം തന്നെ വളരെ മനോഹരമായി ഭംഗിയായതിനെല്ലാം പ്രാപിച്ചു കൊടുക്കുന്നതായി നമുക്ക് കാണാം. അബിതയുടെ അമ്മ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. അവർക്കുണ്ടായ ഒരുപാട് നാളായിട്ടുണ്ടായ തലവേദനയും അസ്വസ്ഥതകളും എല്ലാം ഈശോ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി അവർക്ക് സൗഖ്യം നൽകി. അതുപോലെ തന്നെ ഇവരുടെ അപ്പയുടെ ഒരു വലിയ സാക്ഷ്യമുണ്ട്. അത് പറയാതിരുന്നതിന് കാരണം, അപ്പ ഒരു ഷോക്ക് അടിച്ചിട്ട് ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണിരുന്നു. അദ്ദേഹത്തിന് താൽക്കാലികമായ ട്രീറ്റ്മെൻറ്റ് നൽകിയിരുന്നു. നമുക്കറിയാം, ട്രീറ്റ്മെൻറ്റ് ലഭിച്ച കാര്യങ്ങളൊന്നും നമ്മളിവിടെ സാക്ഷ്യത്തിൽ രേഖപ്പെടുത്താറില്ല. പക്ഷേ പരിശുദ്ധ അമ്മയുടെ വലിയ ഒരു സംരക്ഷണവും ഈശോയുടെ ഹീലിങ്ങും അദ്ദേഹത്തിന് ലഭിച്ചതായി നമുക്ക് സാക്ഷ്യപ്പെടുത്താം. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമുക്ക് എത്ര വലിയ അപകടങ്ങളുണ്ടായാലും ഈശോ നമ്മെ എപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കും. കാരണം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ നിയോഗങ്ങളെയും നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും ആശങ്കകളെയും എല്ലാം ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അൾത്താരയിൽ ഇന്നിവിടെ സാക്ഷ്യം പറയാനായിട്ട് എന്നെ അനുഗ്രഹിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനോടായിരുന്നു നന്ദി പറയുന്നു. എൻ്റെ പേര് കൃപ. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. പേഴുംപാറ കത്തോലിക്ക ദേവാലയത്തിലെ അംഗമാണ്. എനിക്ക് കുറേ നാൾ മുന്നേ ആയിട്ട് തന്നെ കൃപാസനത്തിനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ വിശ്വാസ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞു. 2023 ഡിഗ്രി കഴിഞ്ഞു. ഞാൻ MScക്ക് വേണ്ടി ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിരിക്കുന്ന സമയത്ത് ഞാൻ പോകാൻ ആഗ്രഹിച്ച കോളേജിൽ എനിക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കസിൻ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ചേച്ചിയുടെ കുഞ്ഞിനൊരു രോഗസൗഖ്യം കിട്ടിയത്. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇതൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഞങ്ങൾ ആ സാക്ഷ്യം കേട്ടു. അപ്പോൾ നമ്മുടെ അടുത്തൊരാൾക്ക് അത്രയും അനുഗ്രഹം മാതാവിൽ നിന്ന് ലഭിച്ചപ്പോൾ ഞങ്ങൾക്ക് വിശ്വാസമായി. അപ്പോൾ എൻ്റെ അമ്മ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് അഡ്മിഷൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചോളാമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കൃത്യം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എന്നെ കോളേജിൽ നിന്ന് വിളിച്ചു, അഡ്മിഷൻ വന്നെടുക്കാൻ പറഞ്ഞു. എനിക്കറിയത്തില്ല എങ്ങനെ ഞാൻ വെയിറ്റ് ലിസ്റ്റിൽ നിന്ന് ഞാൻ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അന്ന് അഡ്മിഷൻ കോളേജ് വന്നെടുത്ത് ചങ്ങനാശ്ശേരിയിലായിരുന്നു. അഡ്മിഷൻ എടുത്തിട്ട് ഞങ്ങൾ ആ വഴി ഇവിടെ വന്നു പ്രാർത്ഥിച്ചു. അന്ന് തന്നെ വന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ അത് ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആയിരുന്നുകൊണ്ട് ഉടമ്പടി എടുക്കാനൊന്നും സാധിച്ചിരുന്നില്ല. എങ്കിലും ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. ആദ്യമായിട്ട് ഈ മണ്ണിലേക്ക് കാല് കുത്തിയപ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു ഫീലായിരുന്നു. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് എനിക്കറിയത്തില്ല ഇതെങ്ങനെ പറയേണ്ടതെന്ന്. അത് കഴിഞ്ഞ് എൻ്റെ അമ്മ ഉടമ്പടി എടുത്തൊരു മാസത്തിനുള്ളിൽ തന്നെ. അപ്പോൾ അമ്മ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ കൂടെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഹോസ്റ്റലിലായിരുന്ന സമയത്ത് എന്നും എനിക്ക് കുർബാനയൊക്കെ കൂടാനായിട്ട് സാധിക്കുമായിരുന്നു. അന്നേരം ഈ പ്രാർത്ഥനകളൊക്കെ എനിക്കമ്മ പറഞ്ഞു തന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ചൊല്ലുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമായിരുന്നു. അങ്ങനെ 2025 മാർച്ച് 3 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു.
ഉടമ്പടി എടുത്തതിൻ്റെ ഫലം ഞാൻ ആദ്യമായിട്ട് വെച്ചൊരു ഒരു പ്രാർത്ഥന നിയോഗം എന്ന് പറയുന്നത്, ഞാൻ MSc പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ, ഞാൻ MSc കെമിസ്ട്രി ആയിരുന്നു, 2025 ഞാൻ പാസ് ഔട്ട് ഇറങ്ങുന്ന ആ ഒരു വർഷം തന്നെ എനിക്ക് ജോലി ലഭിക്കണമെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. പിന്നെ നിയോഗം വെച്ചിരുന്നു പറഞ്ഞാൽ എനിക്ക് എല്ലാ സെമ്മിനും നന്നായിട്ട് പഠിച്ച് അതുപോലെ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചെന്ന് പറഞ്ഞാലും ഞാൻ ആഗ്രഹിക്കുന്നൊരു മാർക്ക് എനിക്ക് ലഭിക്കുമായിരുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ച മാതാവേ, എത്ര കഷ്ടപ്പെട്ട് ഞാൻ പഠിച്ചിട്ടും ഞാൻ ആഗ്രഹിച്ചൊരു മാർക്ക് എനിക്ക് ലഭിക്കുന്നില്ല. എനിക്ക് 4th സെമ്മിൽ MScയുടെ 4th സെമ്മിൽ നല്ല മാർക്കോടുകൂടി എനിക്ക് പാസ്സാവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ബാക്കി എല്ലാ സെമ്മിലും എനിക്ക് B ഗ്രേഡ് B+ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാത്രം എനിക്ക് A ഗ്രേഡോടുകൂടി എനിക്ക് MSc പാസ്സാവാനായിട്ട് സാധിച്ചു. അങ്ങനെ മാതാവ് എൻ്റെ ഒരു നിയോഗം എനിക്ക് സാധിച്ചു വന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ MSc കഴിഞ്ഞു, ജോലി വേണം, അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം വെറുതെ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു ഇൻറ്റേൺഷിപ്പ് കൂടി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ലതാണെന്ന് ഓർത്ത് നോക്കിയപ്പോൾ 5 പേർക്ക് മാത്രമേ ഇൻറ്റേൺഷിപ്പിന് സീറ്റുള്ളൂ. ആ 5 സീറ്റും ഫില്ലായി. ഞാൻ 6ാമത്തെ ആളായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടാനൊരു വഴിയില്ല. ഞാൻ പ്രാർത്ഥിച്ച മാതാവേ, എനിക്ക് ഇത് നല്ലതാണെന്നുണ്ടെങ്കിൽ, എനിക്ക് അമ്മ ഒരു ജോലി തരാൻ അമ്മ എനിക്കിത് കിട്ടണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിന് സെലക്ഷൻ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ആ 5 പേരിൽ ഒരാൾക്കൊരു അസൗകര്യം ഉണ്ടായിരുന്നതിനാൽ എനിക്കൂടെ അതിന് വരാനായിട്ട് സാധിച്ചു. അങ്ങനെ എനിക്ക് സെലക്ഷൻ കിട്ടി. 3 മാസത്തെ ഇൻറ്റേൺഷിപ്പ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാനിങ്ങനെ ലിങ്ക്ഡിനിലും ഇൻഡീനിലും അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളിലൂടെ ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷേ റിജക്ഷൻ മെയിലും അല്ലെങ്കിൽ നോ റെസ്പോൺസോ അല്ലാതെ മാത്രം ഒന്നും കിട്ടുന്നൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ഇങ്ങനെ ഒരു ലിങ്ക് അയച്ചിട്ട് പറഞ്ഞത്, ചെന്നൈ അപ്പോളോ ടയേഴ്സിൽ R&Dയിൽ ഒരു വേക്കൻസി ഇങ്ങനെ കണ്ടു MSc കെമിസ്ട്രിക്കാർക്ക്. അപ്പോൾ ഞാനത് വെറുതെ അപ്ലൈ ചെയ്തു, റെസ്യൂമെ അയച്ചു കൊടുത്തു. കിട്ടുന്ന പ്രതീക്ഷ കാര്യങ്ങളൊന്നുമില്ല, എന്താണെന്ന് അറിയത്തുമില്ല. അപ്പോൾ ഞാനത് വെറുതെ കൊടുത്തു. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്ന് എന്നെ വിളിച്ചു, ഇൻ്റർവ്യൂവിന് വേണ്ടി സെലക്ട് ആയി എന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ ഓൺലൈൻ ആയിരുന്നു. അറ്റൻഡ് ചെയ്ത് നോക്കി, എന്താവുമെന്നൊന്നും അറിയത്തില്ല, വെറുതെ അറ്റൻഡ് ചെയ്ത് നോക്കി. എന്നിട്ട് ഞാൻ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്ത സമയത്ത് ഞാൻ മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഡിസംബർ 7-ാം തീയതി അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ട ദിവസമാണ്. അതിന് മുന്നൊരു ദിവസം ഞാൻ ഡിസംബർ 7-ാം തീയതിക്ക് മുന്നായിട്ട് എനിക്ക് ജോലി വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഡിസംബർ 5-ാം തീയതി ഞങ്ങൾ ഇവിടെ കൃപാസനത്തിൽ വന്നിട്ട് തിരിച്ചു പോയ വഴിക്ക് എനിക്ക് അവിടെ നിന്ന് കോൾ വന്നു, സെലക്റ്റായി, എനിക്ക് ജോലി കിട്ടി, ഡിസംബർ 17-ാം തീയതി ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്കത് ഉറപ്പായെന്ന് പറഞ്ഞാൽ ഡിസംബർ 17 ആ 7 മാതാവിൻ്റെ ദിവസമാണ്. അപ്പം ഞാൻ അങ്ങനെ മാതാവിനോട് ഒത്തിരി നന്ദി പറഞ്ഞു. എനിക്ക് അങ്ങനെ മാതാവ് എനിക്ക് ജോലി തന്നു. ഞാൻ ഡിസംബർ 17-ാം തീയതി ചെന്നൈയിൽ പോയി ജോയിൻ ചെയ്തു. ഇപ്പം ഞാൻ ചെന്നൈ അപ്പോളോ ടയേഴ്സിൽ അനലിറ്റിക്കൽ കെമിസ്ട്രിയായിട്ട് ഞാൻ ജോലി ചെയ്യുവാണ്. അപ്പോൾ ഞാനിവിടെ സാക്ഷ്യം പറയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഈ ആഴ്ച പൊങ്കലിൻ്റെ ലീവുണ്ട്. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, എനിക്ക് ഇവിടെ സാക്ഷ്യം പറയാൻ വരണമെങ്കിൽ ആ 4 ദിവസം കൊണ്ട് പറ്റത്തില്ല. അപ്പം ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാളായിരുന്നു ഇന്നലെയൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് ഇന്നും നാളെ 2 ദിവസം അവധി എടുത്താൽ മാത്രമേ എനിക്കൊന്ന് വന്ന് ഇവിടെ പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം, എനിക്ക് അവധി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവധിക്ക് അപ്ലൈ ചെയ്തു, എനിക്ക് അവധി കിട്ടി. അതുകൊണ്ടാണ് എനിക്കിതിവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കാണ് ചെന്നൈയിൽ നിന്ന് വരുന്നത്, ആദ്യമായിട്ട് തിരിച്ചു വരുവാൻ ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നത്, എനിക്ക് അറിയത്തില്ല എങ്ങനെയാണെന്നൊന്നും. അപ്പോൾ ട്രെയിൻ നോക്കിയപ്പോൾ ടിക്കറ്റ് ഇല്ല, തൽക്കാലം കിട്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് ഞാൻ സേഫായിട്ട് വരുമെന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ട്രെയിൻ ടിക്കറ്റ് തരാവൂ, ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ബസ്സിന് വേണം വരാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബസ്സിന് അന്ന് ഞാൻ നോക്കുമ്പം 4000-ന് മേലെ ബസ്സിൻ്റെ പൈസ, പൊങ്കലിൻ്റെ ലീവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ബസ്സിന് വരണമെങ്കിൽ എനിക്ക് പൈസയും കുറഞ്ഞ് തന്നേ പറ്റത്തുള്ളൂ. മാതാവിനോട് ഞാൻ പറഞ്ഞു. അപ്പോൾ തൽക്കാലം ട്രെയിൻ കിട്ടാഞ്ഞപ്പോൾ ഞാൻ ബസ് നോക്കിയപ്പം മാതാവ് എനിക്ക് പൈസ കുറച്ച് തന്നു. 2200 രൂപയ്ക്ക് ഞാൻ അവിടെ ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് ഞാൻ വന്നത്. ഞാൻ സേഫായിട്ട് വന്നു. എനിക്കിന്ന് ഇവിടെ സാക്ഷ്യം പറയാനും സാധിച്ചു. ഒത്തിരി നന്ദിയുണ്ട് മാതാവിനോട്. അതുപോലെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ MScക്ക് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരു 3rd സെമ്മിൻ്റെയും 4th സെമ്മിൻ്റെയും ഒക്കെ പരീക്ഷയുടെ സമയം കറക്റ്റ് ആവുന്ന സമയത്ത് എൻ്റെ നാക്ക് പൊട്ടുമായിരുന്നു. നാക്കിൻ്റെ 2 സൈഡ്, ഒന്നെങ്കിൽ ഈ സൈഡ് അല്ലെങ്കിൽ അപ്പർ സൈഡ് നാക്ക് പൊട്ടിയിട്ട് എനിക്ക് എഴുതി പഠിക്കുന്ന സമയത്തായാലും അല്ലെങ്കിൽ എനിക്ക് നാക്ക് അനക്കി എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടാണ്. നാക്കിൻ്റെ അങ്ങേയറ്റത്ത് പൊട്ടുമല്ല, ഒരു കുഞ്ഞു കുരു പോലെയാണ്. പക്ഷേ എനിക്കത് ഉമിനീരിറക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആ സമയത്തും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുവായ ഉപ്പ് ഞാൻ നാക്കിൽ വെച്ചും ഉപ്പുവെള്ളം കൊണ്ടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതെനിക്ക് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. പിന്നെ എനിക്കത് അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. അത് കഴിഞ്ഞ് ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്ത സമയത്ത് എനിക്കൊരു പനി വന്നു. 2-3 ആഴ്ചയോളം
എനിക്ക് തൊണ്ടവേദന മാറുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ 2 ആഴ്ചയോളം രാവിലെയും വൈകിട്ടും 2 നേരം ഞാൻ ഈ ഇവിടുന്ന് കൃപാസനത്തിൻ്റെ ഉപ്പിട്ട് ഞാൻ ഉപ്പുവെള്ളം വാങ്ങിക്കൊള്ളുമായിരുന്നു. അങ്ങനെ കൊണ്ടതിന് ഫലമായിട്ട് എനിക്ക് സുഖപ്പെട്ട് കിട്ടി. അതിൽ അത്ഭുതം എന്ന് പറഞ്ഞാൽ ആ ഉപ്പ് തീരുന്നില്ല. ഞാൻ 2 ആഴ്ചയും രാവിലെ വൈകിട്ട് ഞാൻ ആ ഉപ്പിട്ട് നല്ല എമൗണ്ട് നമുക്കറിയാം ഉപ്പുവെള്ളം കൊള്ളണമെങ്കിൽ എന്തോരം എമൗണ്ടിലെടുത്താൽ അതിനൊരു ഇത് ഉള്ളതെന്നറിയാം. അത്രയും എമൗണ്ട് ഞാൻ ഉപ്പെടുത്ത് അത് ഉപയോഗിച്ചിട്ടും ആ ഒരു ഡപ്പയിൽ ഉപ്പ് തീരുന്നില്ലായിരുന്നു. അത് മാതാവിൻ്റെ അനുഗ്രഹമായിരുന്നു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ. പിന്നെ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തു. അപ്പോൾ അമ്മയുടെ ആയാലും കയ്യിലൊരു ചെറിയൊരു മുഴ പോലെ വന്നപ്പോൾ ഞാനായാലും പ്രാർത്ഥിച്ച് അങ്ങനെ അതൊരു സുഖപ്പെട്ടു. പിന്നെ എൻ്റെ അപ്പൻ്റെ വിരലാണെങ്കിൽ ചില സമയത്ത് ഇങ്ങനെ എന്തോ മടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും തൈലം തൂത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സുഖപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ ചെന്നൈയിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ജോലിക്ക് ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി എനിക്കത് അയച്ചു തന്നത്. അപ്പോൾ ഞാനും അവളും മാത്രമായിരുന്നു അത് കൊടുത്ത് അപ്ലൈ ചെയ്തിരുന്നത്. പക്ഷേ ഇൻ്റർവ്യൂ ഞങ്ങൾ സെയിം ഡേ അറ്റൻഡ് ചെയ്തു. എനിക്ക് കിട്ടി, അവൾക്കത് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അവൾ അയച്ചു തന്നു, ഞാനത് അറ്റൻഡ് ചെയ്തു, അവൾക്ക് കിട്ടിയില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ജോലി കിട്ടി, ഞങ്ങൾ ഒരുമിച്ച് ചെയ്തതല്ലേ, അപ്പോൾ അവൾക്കൂടെ എങ്ങനെയും കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ കഴിഞ്ഞ ആഴ്ച അവളെ അവിടെ നിന്ന് വിളിച്ചു. അവളും വന്ന് അവിടെ ജോയിൻ ചെയ്തു. അങ്ങനെ അവൾക്കും ജോലി കിട്ടി. അത് മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണ്. പിന്നെ ആത്മീയ ജീവിതം എന്ന് പറയുമ്പോൾ ഞാൻ MSc പഠിക്കുന്ന സമയത്ത് എനിക്ക് എല്ലാ ദിവസവും ഹോസ്റ്റലിൽ കുർബാന ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും അങ്ങനെ കുർബാനയ്ക്കൊക്കെ പോകാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷെ പിന്നീട് MSc കഴിഞ്ഞ സമയത്തായാലും എല്ലാ ദിവസവും പോകാൻ സാധിക്കില്ലെങ്കിലും ശനിയും ഞായറാഴ്ചയും മുടക്കാതെ ഞാൻ കുർബാനയ്ക്ക് പോകുമായിരുന്നു. പിന്നെ കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും വീട്ടിൽ മുടങ്ങാതെ കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേരും. സ്വയമായിട്ടുള്ള പ്രാർത്ഥനയും ജപമാലയും പിന്നെ സാക്ഷ്യം ചൊവ്വാഴ്ചകളുള്ള ഉടമ്പടി ധ്യാനം പങ്കെടുക്കും. പിന്നെ പത്രം കിട്ടുന്നത് ഞാനും എൻ്റെ അമ്മയും കൂടെ കൂടിയിട്ട് ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ കൂടി കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. പിന്നെ അതുപോലെ ഞങ്ങളുടെ അവിടെ ഒരു പ്രായമുള്ള അപ്പച്ചന്മാരുടെ ഒരു അഗതി മന്ദിരമുണ്ട്. അവിടെ പോയി ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുമായിരുന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഇനിയും എൻ്റെ ജീവിതത്തിൽ ഞാൻ അമ്മ മാതാവിനെ തിരുക്കുമാരനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മാത്രമേ ഉടമ്പടിയിൽ മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് പറയുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. സങ്കീർത്തനങ്ങൾ 32:10 ആണ് നമ്മൾ കേട്ടത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തളരുമ്പോൾ, ബുദ്ധിമുട്ടുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ മുൻപിലും പിൻപിലും വലതും ഇടത്തും ചുറ്റി നിൽക്കുന്ന ഒരു അനുഭവമാണ് ഉടമ്പടി ജീവിതത്തിൽ ഓരോ മക്കൾക്കും അനുഭവമാകുന്നത്. ഉടമ്പടി ജീവിതം നയിക്കുന്ന ഈ കൊച്ചുമക്കൾ ഉടമ്പടി ജീവിതത്തിലേക്ക് കാല് വയ്ക്കുമ്പോഴേ സ്വന്തം അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ ആയിരിക്കാം ഇവർക്ക് ആ ഉടമ്പടി ജീവിതത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നത്. ഈ മകളുടെയും അമ്മയിൽ കൂടിയാണ് ഈ മകൾ ഉടമ്പടി ജീവിതത്തിലേക്ക് മുന്നോട്ട് വന്നത്. ദൈവത്തിൻ്റെ സ്നേഹം അവരെ വലയം ചെയ്യുന്നതായിട്ടാണ് നാം പിന്നീട് കാണുന്നത്. അവർ 18 വയസ്സ് 16 വയസ്സാകുമ്പോഴേ അവരവരുടേതായ രീതിയിലുള്ള നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ അവരുടെ കരങ്ങൾ പിടിച്ച് മുന്നോട്ട് നയിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവരെ വീഴുമ്പോൾ ഉയർത്താനും, തെറ്റുമ്പോൾ തിരുത്താനും, ക്ഷമിക്കാനും, ഭയപ്പെടുമ്പോൾ ആശ്വസിപ്പിക്കുവാനും പരിശുദ്ധ അമ്മ, കൃപാസന അമ്മ അവരുടെ കൂടെയുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കൊച്ചുമക്കൾ അവരുടേതായ കൊച്ചു രീതിയിൽ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ ഈശോയും അമ്മയും അവരെ താങ്ങി നിർത്തി മുന്നോട്ട് നയിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞു 16 വയസ്സ് മുതൽ നമ്മൾ ഉടമ്പടി ജീവിതത്തിൽ നമ്മുടെ കൊച്ചുമക്കളെ നയിക്കാമെന്ന്. അവർക്ക് അവരുടേതായ രീതിയിലുള്ള സംരക്ഷണവും അവരുടേതായ രീതിയിലുള്ള പ്രാർത്ഥനയും പരിശുദ്ധ അമ്മയിൽ കൂടി അവർക്ക് അതെല്ലാം ലഭിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. നമ്മൾ ഒറ്റയ്ക്കല്ല, ഈശോയുടെ കാരുണ്യവും സ്നേഹവും സംരക്ഷണവും അവരുടെ കൂടെയാണ്. മകൾ കൃപ സൂസൻ സണ്ണി സംസാരിച്ച് നമ്മളോട് ഷെയർ ചെയ്തതും അങ്ങനെയുള്ളൊരു വലിയൊരു സാക്ഷ്യമാണ്. ഈശോയും അമ്മയും കൂടെയുള്ളൊരു സാക്ഷ്യം. അഡ്മിഷനായിട്ട് ഉടമ്പടി ഇവിടെ ആദ്യമായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. പിന്നീട് ഈ മകൾ വന്നത് അഡ്മിഷന് കിട്ടി MSc പഠിത്തത്തിനായിട്ടുള്ള ക്ലാസ് തുടങ്ങി. പഠിത്തത്തിലധികം വലിയ നല്ല റിസൾട്ട് അല്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് തൈലവും ഉപ്പും ഉപയോഗിച്ചാണ് ഈ മകൾ പരീക്ഷയ്ക്ക് പോയത്. പിന്നെ ഉണ്ടായിരുന്ന റിസൾട്ടെല്ലാം A+ ആയിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന ഒരു നല്ല ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു.
ഡിസംബറിന് മുമ്പ് 7 മുൻപാണ് ഈ മകൾ ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്. ഇവിടെയാണ് നമ്മൾ കാണുന്നത് പരിശുദ്ധ അമ്മ സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ്. സമയ ഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് ഈ അൾത്താരയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് ഈ മക്കൾ സമയ ചുരുക്കത്തിൻ്റെ സാക്ഷ്യം പറയുമ്പോൾ നമ്മൾക്കെല്ലാം മനസ്സിലാകുന്നത് അമ്മ കൂടെയുണ്ട്, ഇന്നും ജീവനോടെ നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ വരുന്നതായിട്ടാണ്. ഈ മകൾ 7 മുൻപ് പ്രാർത്ഥിച്ചു. 5-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി തിരിച്ചു പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ മകൾക്കുള്ള സെലക്ഷനായിട്ടുള്ള കോൾ വരുന്നത്. ഇതാണ് പരിശുദ്ധ അമ്മയുടെ ഓരോ വഴികൾ. പിന്നീട് ഈ മകൾ ജോലി കിട്ടി, അനലിറ്റിക്കൽ കെമിസ്റ്റായിട്ട് ചെന്നൈയിൽ ജോലി ലഭിച്ചു എന്നാണ് പറഞ്ഞത്. ഓരോ കാര്യങ്ങളും ഈശോയും അമ്മയും നേരിട്ട് ഇടപെടുന്ന പോലെയാണ്. 17 എന്നുള്ള ഡേറ്റ് കിട്ടിയപ്പോഴും മകൾ പറഞ്ഞ് 7 ഉണ്ട്, അത് അമ്മയുടെ ദിവസമാണ്, ഇത് അമ്മ തന്ന ജോലിയാണ്, അത് ഞാൻ സ്വീകരിക്കുന്നു സന്തോഷത്തോടെ. ഇതാണ് ഓരോ ഉടമ്പടി മക്കൾക്കും പറയാനുള്ളത്. കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നീടുള്ള രോഗസൗഖ്യമാണ്. തൊണ്ടവേദന വന്നപ്പോൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ മകൾക്ക് രോഗസൗഖ്യം കിട്ടിയത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാം. ബുദ്ധിമുട്ടുകളായാലും കഷ്ടതകളായാലും പ്രശ്നങ്ങളുടെ നടുവിലും ഈശോയുടെ അമ്മയുടെയും കരങ്ങൾ മുറുക്കെ പിടിച്ച് ഉടമ്പടി ജീവിതം സത്യസന്ധമായി നയിച്ച് നമുക്കും ഈശോയുടെ അമ്മയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കൃപയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി.